ചിലപ്പോൾ ആ വേർഡ് ആയിരിക്കും എന്നെ ഹിറ്റ് ചെയ്തത്. We don't know. Yes, my first business. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. Zero investment. നമ്മുടെ ഇന്ത്യൻ ഒരു സിസ്റ്റത്തിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഹാർഡ് സ്കില്ലിനാണ് ഇത്ര നാളും വാല്യൂ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതൊക്കെ ഒത്തിരി മാറി. ആ സ്കില്ലൊരു മണി മേക്കിംഗ് ടൂൾ ആക്കണം. പല പേരൻസും പല കാര്യങ്ങളും പിള്ളേരോട് ഓപ്പൺലി പറഞ്ഞു കൊടുക്കത്തില്ല. ഡ്രഗ്സിനെ പറ്റി അല്ലെങ്കിൽ സെക്സിനെ പറ്റിയൊക്കെയുള്ള ക്യൂരിയോസിറ്റിയാണ് ഇവരെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. അതൊക്കെ മോശം കാര്യങ്ങളാണ്. ഫ്രീഡം ഈസ് നോട്ട് എ പെർമിഷൻ ടു ഡു റോങ് തിങ്സ്. ഒരു പ്രേമിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരു മകൻ അങ്ങനെ ഒരു അമ്മയുടെ മകനായിട്ട് വളരുവാണെങ്കിൽ ഈ മകൻ ടീനേജ് ആകുമ്പോഴത്തേക്കിന് വേറൊരു പെങ്കൊച്ചിനെ കാണുമ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാകത്തില്ല. റോങ് പേഴ്സൺ ആകല്ല, നമ്മൾ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. വയനാട് വന്നു. വയനാട് വന്നു, എറണാകുളത്ത് പ്രേമിക്കരുത്. യെസ്, പ്രേമം ഒരു ഭയങ്കര കുറ്റമാണ്. ഗ്രാൻഡ് മദറിനെ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? പെട്ടെന്നൊരു ദിവസം കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആവുക. എനിക്ക് കരയണതിനെ പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. I wanted to become a doctor, not prescribing medicines. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഹാപ്പി ആയിരുന്നു. വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെയും തലയിൽ ഓരോ മുടിയിലും തനീസ് തൊട്ടിട്ടുണ്ട്. മനുഷ്യന്മാർ എപ്പോൾ വേണമെങ്കിലും മാറും. എൻ്റെ ന്യൂട്രീഷണൽ ലെവൽ ഇപ്പോൾ ഗുഡല്ല, അപ്പോൾ എൻ്റെ ബ്ലഡ് എടുത്ത് ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാവുക? ഇപ്പോൾ PRP ചെയ്യണോ എന്നുള്ളത് മുടി ഉള്ളപ്പോഴാണ് നമ്മൾ PRP ചെയ്യേണ്ടത്. ഡിസൈഡഡ് ടു ട്രാവൽ അല്ലോ. ഐ എം എ സോളോ ട്രാവലർ. ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. മിറക്കിൾ ടോക്ക് ഷോയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോബ് ജേക്കബ്, മിറക്കിൾ മൈൻഡ്സ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാനും ആശ്മയും കൂടെ ഉള്ള ഈ പോഡ്കാസ്റ്റിൽ വിവിധ തരം വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുകൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആളുടെ പേര് ഡോക്ടർ തജിനീസ്. ആൾ ഡോക്ടർ തജിനീസ് മെഡിഹെയർ ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്, ഒരു ഓൺട്രപ്രണറാണ്, പിന്നെ ഒരു സിംഗിൾ മദറും കൂടിയാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് സിംഗിൾ മദർഹുഡ്. സാധാരണ ആ സബ്ജക്റ്റിനെ പറ്റി നിങ്ങളാരും അധികം കേട്ട് കാണത്തില്ലായിരിക്കും, പക്ഷേ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡിസ്കഷനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. സിംഗിൾ മദർഹുഡ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ മാത്രമല്ല, ഒരു മെൻ്റൽ സ്റ്റേറ്റസും കൂടിയാണ്. 2, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ഇൻ കേസ് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ തളർന്നു പോകല്ല. അതിനുവേണ്ടി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി ചലഞ്ചസിനെ ഫേസ് ചെയ്ത് ആ ചലഞ്ചസിനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ തജിനീസ്. തജിനീസ്, വെൽക്കം. താങ്ക് യു ജോബ്. ഹൗ ആർ യു? ഫൈൻ. തനിസ് ആദ്യമായിട്ടാണ് മിറക്കിൾ ടോക്ക് ഷോയിൽ ആശമയല്ലാത്ത ഒരു ഗസ്റ്റ് കൂടെ വരുന്നത്. I know. Happy for that. Most welcome. Thanks for welcoming me. Yes. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ തമ്മിലല്ല ആദ്യം കാണുന്നത്. അതെ, മക്കളാണ്, നമ്മുടെ മക്കളാണ്. അസ്വ എനിക്ക് തോന്നുന്നു സമ്മർ ക്യാമ്പിന് K സ്ക്വാഡിൽ മറ്റേ കുക്കുവിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ഷീ ടോൾഡ് മീ അവിടെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടി. ഹി ഈസ് വെരി എനർജറ്റിക്. അപ്പോൾ ഐ വാസ് ഓൾസോ ആസ്കിങ് ആരാത്, ഐ വാണ്ടഡ് ടു നോ. അപ്പോൾ ജോഷ് എന്നാണ് പേര്. ആൻഡ് അവർ കുറച്ച് ക്ലോസ് ആയി. അവരവിടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അങ്ങനെ ജോഷിനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ K സ്ക്വാഡിൽ കുക്കുവിൻ്റെ അവിടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ അവിടെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ജോഷ് വന്നിട്ട് കയറിയിട്ടാണ് എന്നോട് പറഞ്ഞു, പപ്പ ഒരാളെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ആ സമയത്ത് അസ്വ വന്ന് എൻ്റെ ഡോറെ നോക്കിയ, അങ്കിൾ ക്യാൻ യു പ്ലീസ് ഡ്രോപ്പ് മീ ടു മൈ മോംസ് ക്ലിനിക്. ഞാൻ പറഞ്ഞു വന്നാട്ടെ, എവിടെ മോളെ? അപ്പം ഞാനോട് ഒത്തിരി ദൂരെയാണ്, ലൈനിലാണ്. അങ്ങനെ ജോഷ് ഫ്രണ്ടിൽ കയറി, അസ്വ ബാക്കിൽ കയറി. ഞാൻ ക്ലിനിക്കൊക്കെ ഇങ്ങനെ ചോദിച്ച് ഡോക്ടർ തജിനീസ് എൻ്റെ ക്ലിനിക്കിൻ്റെ അവിടെ വന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ ജോഷിനോട് പറഞ്ഞു, ജോഷേ സി യു ആർ എ ബോയ് ആൻഡ് ഷീസ് എ ഗേൾ. നീ വെളിയിൽ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് അസ്വായെ കൊണ്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് സേഫായിട്ട് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഹൗ
മെൻ ഷുഡ് ഡു. അങ്ങനെ ജോഷ് പെട്ടെന്ന് ചാടി ഇറങ്ങി അസ്വായ്ക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്ത് അസ്വായം കൊണ്ട് തനീസിൻ്റെ ഇരിക്കെ വന്ന് എനിക്ക് തോന്നുന്നു അതൊരു പതിവായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും ഐ യൂസ് ടു പിക്ക് ഹെർ അപ്പ് ആൻഡ് സെൻഡ്. കുറച്ച് ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിന് ജോഷ് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഡിലേ ആകുന്നു തനീസിലേക്ക് വരാനായിട്ട്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ജോഷ് അകത്തേക്ക് കയറി വരുമ്പോൾ ഐ വാസ് വെരി ഈഗർ ടു മീറ്റ് ഹിം, റൈറ്റ്? അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ജോഷ് ഭയങ്കര മെച്ചുവേർഡ് കേട്ടോ. മീൻസ് നമുക്ക് ഒരു കുഞ്ഞിനോട് സംസാരിക്കണ മാതിരി അല്ല തോന്നുക. ഐ യൂസ് ടു ഫീൽ. പിന്നെ ഐ നോ ഹിസ് പെർഫോമൻസ്. സ്കൂളിൽ ഹെഡ് ബോയ് ആണ്, ടോപ്പറാണ് എല്ലാം. സോ അത് ആളുടെ സംസാരത്തിലും ഹി വാസ് ഡെലിവറിങ്. അപ്പോൾ വൺ ഡേ ഹി വാസ് ജസ്റ്റ് ടെല്ലിങ്, ആൻറ്റി ഹെയർ അല്ലേ ഡീൽ ചെയ്യണേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ആൻറ്റി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ ആണ്. അപ്പോൾ ഓക്കെ, മൈ മദർ ഇസ് ഡൂയിങ് സൈക്കോതെറാപ്പി. അപ്പോൾ ഐ ഗോട്ട് ഇൻട്രസ്റ്റഡ്. വാ, അടിപൊളിയാണല്ലോ. ദെൻ ഹി ടോൾഡ് മീ, സി ബോത്ത് ആർ ഹെഡ്, റൈറ്റ്? ബ്രെയിൻ ആൻഡ് ഹെയർ. So you both can't collaborate. Oh, I thought, wow, why he is asking like that? എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ആൻഡ് മീൻ വൈൽ ഇടയ്ക്ക് ഞാൻ ആശാനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ടോക്ക് ടു ഹെർ ആൻഡ് ഐ ഗോട്ട് ഇൻട്രസ്റ്റ് ഇൻ ഹെർ. ആളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വർക്കിൻ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ആളോടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും അങ്ങനെ എന്താ പറയുക, ചലഞ്ചസ് ഫേസ് ചെയ്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ലേഡീസിനല്ല, ആൾക്കാരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഐ നെവർ ന്യൂ ദാറ്റ് യു പീപ്പിൾ വേർ സെർച്ചിങ് ഫോർ സം പ്ലേസ്. അതെ, ജോഷ് ഈ കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം നമ്മൾ ആ സമയത്ത് ഒരു ഹോമിയോപ്പതിക് ഡോക്ടറിന്റെ ഒരു റൂം നമ്മൾ ഷെയർ ചെയ്യായിരുന്നു, നമ്മുടെ മിറക്കിൾ മൈൻഡ്സിന്റെ ക്ലിനിക്ക്. അപ്പോൾ അതിനേക്കാൾ ഇച്ചൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ആ സീപോർട്ട് എയർപോർട്ട് റോഡിലോട്ടൊന്ന് വരണമെന്നൊരു ആഗ്രഹത്തോടെ പലയിടത്തും സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനകത്ത് കിട്ടിയില്ല. അപ്പോൾ ആ കൂട്ടത്തിലാണെന്ന് തോന്നുന്നു തനീസുമായിട്ട് ആശമ സംസാരിച്ചപ്പോൾ ആശമ പറഞ്ഞു വി ആർ ലുക്കിംഗ് ഫോർ എ പ്ലേസ്. തനീസിന്റെ വാക്ക് ഞാൻ പറഞ്ഞു ജോബ് മീൻസ് ജോഷ് ഓൾറെഡി എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇത്. അപ്പോൾ ആശമ്മ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആശമ്മ അങ്ങനെ എന്തെങ്കിലും അവനെ ഏൽപ്പിച്ചിട്ടായിരിക്കും പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. ഐ വാസ് ഓൾസോ സർപ്രൈസ് സീയിങ് ആശമ്മ റെസ്പോൺസ്. ഷി വാസ് ലൈക്ക് സർപ്രൈസ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു യാ ഹി വാസ് സോ മെച്യൂർഡ്, ഹി ഹാവ് ഡൺ ഓൾ ദ ഡീൽസ്. എന്നോടെല്ലാം സംസാരിച്ച് സെറ്റാക്കിയിട്ടാണ് ആള് പോയിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിറക്കിൾ മൈൻഡ്സ് തനീസിന്റെ ക്ലിനിക്കിലെ ഒരു പോർഷൻ ഞങ്ങൾ റെന്റിനെടുത്ത് അവിടെ വി വാസ് ദെയർ 2 years അല്ലേ, 2 വർഷം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അവിടെ നിന്നാണ് ഗ്രോ ചെയ്തത്. മീൻസ് എനിക്ക് നിങ്ങളെ കാണുമ്പോഴും ഭയങ്കര മീൻസ് ബീങ് എ കപ്പിൾ യു ആർ ഓൾസോ ലൈക്ക് എന്താ മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കാനുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത്, നോട്ട് ഓൺലി അറ്റ് ഹോം വർക്കിംഗ് ടുഗെദർ കപ്പിൾസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന ഒരു കപ്പിളാണ് നിങ്ങൾ. ഐ റെസ്പെക്ട് യു ബോത്ത് ഇൻ ദാറ്റ് കേസ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ തജനീസിന്റെ അവിടുന്ന് ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു പ്ലേസിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ്. So happy for that. Yeah, seeing your growth, I am so happy. And നമ്മളിപ്പോഴും അപ്പുറത്തെ ഇപ്പുറത്തെ ബിൽഡിംഗിൽ we are seeing each other. എൻ്റെ ഓഫീസിൽ ഇരുന്നാൽ ഞാൻ ആദ്യം വായിക്കുന്ന ഡോക്ടർ തജനീസ് മെഡിഹെയർ. ദാറ്റ് വാസ് അവർ മീറ്റിംഗ്. സോ നമ്മുടെ മക്കളാണ് നമ്മൾ ഫ്രണ്ട്സ് ആകാനായിട്ടുള്ള മേജർ റീസൺ. തജനീസ്, ഈ നമ്മുടെ ഈ ഷോയ്ക്കകത്ത് തജനീസിൻ്റെ ലൈഫിനെ ഒരു 3 സീസണായിട്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പ്രേക്ഷകർ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. മെയിൻലി ദ ചലഞ്ചസ് യു ഫേസ്ഡ് ആൻഡ് ഹൗ ഡിഡ് യു ബൗൺസ് ബാക്ക്, ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്, ആൻഡ് ഇപ്പോൾ ഉള്ളൊരു സക്സസ് ലൈനിൽ കയറി നിൽക്കുന്ന ഒരു സിംഗിൾ മദറാണ്. അതാണ് അറിയേണ്ടത്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചൈൽഡ്ഹുഡ്, ടീനേജ്, ഏർലി 20s ടിൽ മാരേജ് ഒരു സീസൺ. 2 മാരീഡ് ലൈഫ്, അത് ഒരു സീസൺ. പിന്നെ മാരീഡ് ലൈഫിൽ നൗ യു ആർ എ സിംഗിൾ മദർ ആൻഡ് ഫ്രം ദൻ ദയർ ടിൽ നൗ. ഈ 3 സീസണായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഉമ്മ എനിക്കറിയാം, ഉമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. ഉമ്മയുടെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉമ്മയുടെ ആഹാരം കഴിച്ചിട്ടുണ്ട്. സോ തനീസിൻ്റെ ചൈൽഡ്ഹുഡ് ടൈം, സ്കൂളിൽ പഠിക്കുന്ന സമയം, വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പം മദർ, ഫാദർ, എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. എൽഡർ ബ്രദർ ഇപ്പോൾ കാനഡയിൽ ആണ്. യങ്ങർ സിസ്റ്റർ, ഷീ ഈസ് ഓൾസോ ഡോക്ടർ.
ദുബായിൽ വർക്ക് ചെയ്യാണ്. നിങ്ങൾ 3 പേര് സിബ്ലിങ്സും അപ്പനും അമ്മയും. അതെ. അങ്ങനെയുള്ള സന്തുഷ്ട കുടുംബം. അന്ന് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് ഹൗ വാസ് ദ ലൈഫ്? ചൈൽഡ്ഹുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ വാസ് ബ്രോട്ടപ്പ് ലൈക്ക് ഒരു എന്താ പറയുക, പങ്ക്ച്വൽ, സ്റ്റുഡിയസ്, വെൽ ഓർഡേർഡ്, സിസ്റ്റമാറ്റിക് ഗേൾ. അങ്ങനെ അതാണ് എൻ്റെ ചൈൽഡ്ഹുഡ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി മൈ പാരൻസ് ഹാവ് എ വെരി ഗുഡ് റോൾ. എന്നെ അങ്ങനെയാണ് മോൾഡ് ചെയ്തിരുന്നത്. ഞാൻ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതും. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നോ? ഇറ്റ്സ് നോട്ട് വെരി സ്ട്രിക്റ്റ്. ഭയങ്കര സ്ട്രിക്റ്റ്, ഭയങ്കര നമുക്ക് പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഒരിക്കലല്ല. ഞാൻ സ്കൂളിൽ നല്ല രീതിയിൽ എൻ്റെ സബ്ജക്ട്സിലാണെങ്കിലും ഞാൻ മാത്സിലും പല സബ്ജക്ട്സിലും ടോപ്പറായിരുന്നു. മാത്സിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ് സയൻസിൽ ഇപ്പം ഡോക്ടർ ആയിരിക്കുന്നത്. അതെ, സാധാരണ മാത്സിൽ ഫസ്റ്റ് കിട്ടുവാണ് എഞ്ചിനീയർ. അതെ. പിന്നെ ഞാൻ പെർഫോമൻസുകളിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ ഒരു മുകളിൽ തട്ടിൽ നിന്നിരുന്ന ഒരാളാണ്. സ്കൂളിംഗ്സിലൊക്കെ എന്തൊക്കെയായിരുന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി? സ്റ്റഡീസ് അല്ലാതെ ഡാൻസ് കളിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, പിന്നെ സ്പോർട്സിനും ആക്റ്റീവായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. അതെ. സ്കൂൾ ലൈഫ് ആലോചിക്കുമ്പോൾ ഒരു നല്ല പോസിറ്റീവാണ്. ഈവൻ നൗ മൈ ടീച്ചേഴ്സ് വിൽ ബി റിമെമ്പറിങ് മീ. അപ്പോൾ അത്രയും ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടാണ് സ്കൂളിൽ നിന്ന്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ സ്കൂൾ ഡേയ്സ് ആണ് ശരിക്കും ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യുന്നത്. അന്നേരം ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ്, അണ്ടർസ്റ്റാൻഡിങ്സ്, ഇതൊക്കെയാണ് അങ്ങനെ നല്ലൊരു സമയം. അതെ, മൈ പാരൻസ്, മൈ ടീച്ചേഴ്സ്, എവറിബഡി, മൈ ഫ്രണ്ട്സ്, എവറിബഡി സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഐ വാസ് ഹാപ്പി. അപ്പോൾ എൻ്റെ പാരൻസ്, മദർ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ലേഡിയാണ്. ഈവൻ ടുഡേ വാട്ട് എവർ പ്ലാറ്റ്ഫോം യു ഹാവ്, വർക്ക് ഹാർഡ് എന്ന് ലൈഫിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒരാളാണ്. പറഞ്ഞുതരും, അല്ല ജീവിച്ച് കാണിച്ചു. അതെ, ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും അപ്പോൾ അത് ആള് ഭയങ്കരമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക, ഓൾവേസ് കീപ് ഡൂയിങ് വർക്ക്, ഡു വർക്ക് ഓൾവേസ് എന്നുള്ള രീതിയിൽ. പിന്നെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. അത് വെച്ച് എങ്ങനെയാണ് മോൾഡ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ, ഞാനിപ്പോൾ പഠിച്ച് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഷീ നെവർ അലൗഡ് മീ ടു സിറ്റ് ഫ്രീ, ലേസി ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാനോ ആ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാനോ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഷീ ടോട്ട് മീ ടു ഡു സംതിങ് എൽസ്. When you are free, do something else. She'll call you, കിച്ചണിൽ വിളിക്കുക, അല്ലെങ്കിൽ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഷ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഒരു ഫ്രീ ടൈം, ചിലപ്പം ഞാനൊരു അരമണിക്കൂർ ഫ്രീ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഷീ മേക്സ് us do all these things. ആൻഡ് ഞാൻ അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യണം കാണുമ്പോൾ പീപ്പിൾ ആസ്ക് മീ, ഡോക്ടർക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ കൂടുതൽ കിട്ടുന്നുണ്ടോ? ഹൗ ഡു യു മാനേജ് ടു ഡു ഓൾ ദീസ് തിങ്സ്? അപ്പോൾ എൻ്റെ ആൻസർ, when I am free, I am doing something else. എന്ന് പറഞ്ഞാൽ ഐഡിൽ ആയിട്ടിരിക്കുന്നില്ല. അതെ, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. സമ്മതിച്ചില്ല. ഒരു ഡെവിൾ എന്നിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് തന്നില്ല. ആൻഡ് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇന്നും എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ 12th സ്കൂളിലെ ടോപ്പറായിട്ട് പാസ്സായി. അത് കഴിഞ്ഞിട്ട് MBBS പോവാണ് അല്ലേ? സോ എൻട്രൻസ് എഴുതുന്നു, MBBS കയറി. അവിടെ ചെന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു MBBS പഠിത്ത കാലഘട്ടം? ബിഫോർ ദാറ്റ് മൈ ഫാദർ എനിക്ക് പറഞ്ഞു തന്നേക്കുന്ന ലെസൺ, ഡു റൈറ്റ് തിങ്സ് അറ്റ് റൈറ്റ് ടൈം. ഒരിക്കലും നീ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ആഗ്രഹം നീ ഒരു ഇന്ന ആളാവണം, അല്ലെങ്കിൽ ഒരു കളക്ടറാവണം, അങ്ങനെ രണ്ടുപേരും ഇമ്പോസ് ചെയ്തിട്ടില്ല. അവരെപ്പോഴും പറഞ്ഞു തന്നിരുന്നത്, ഡു റൈറ്റ് തിങ്സ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് ബി റെഡി ടു ചൂസ് വൈസ്ലി അബൌട്ട് ദ ചോയ്സസ് ദാറ്റ് ഓപ്പൺ ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ ആവണമെന്ന് ഡ്രീം ചെയ്ത് ഡോക്ടറായ ഒരാളല്ല. പിന്നെ എങ്ങനെയാണ് ഈ മാത്സിനൊക്കെ ഔട്ട് ഓഫ് ഔട്ട് കിട്ടുന്നു? എന്നിട്ട് മാത്സ് മാത്രമല്ല, എനിക്ക് സയൻസും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓൾ ദ സബ്ജക്ട്സ് ഐ വാസ് എക്സലൻറ്റ്. അപ്പോൾ സോ അതാണ്, നമുക്ക് നമ്മുടെ സൃഷ്ടിയിൽ ഒരു ഡെസ്റ്റിനി ഉണ്ട് അല്ലേ? അതായിരിക്കും വാപ്സി എന്ന് പറഞ്ഞത്, ഡു ദ ബെസ്റ്റ് സോ ദാറ്റ് ബെസ്റ്റ് ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതായിരിക്കാം അന്ന് വാപ്സി ഡെലിവർ ചെയ്തത്. ആൻഡ് ഞാനെപ്പോഴും അതിലാണ് ഫോക്കസ് ചെയ്തിരുന്നതും. ഇപ്പം നമ്മുടെ കോമൺ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒരു ടോക്കുണ്ട്, തനീസ് ഒരു ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സാധാരണ ആൾക്കാരെക്കാളും ഒരു ഡിഫറൻസ് ഉണ്ട് തനീസ്, ആൾ ചെയ്യുന്ന കാര്യങ്ങളോ ചിന്തിക്കുന്നോ ഒക്കെ. സ്കൂളിലും അങ്ങനെയൊക്കെ ആയിരുന്നു? സ്കൂൾ ടൈമിൽ ഞാൻ കുറച്ചും കൂടി കുഞ്ഞായിരുന്നു. പക്ഷേ
കുറച്ച് സ്ട്രോങ്, എനിക്ക് ബൈ ബർത്ത് ഞാൻ സ്ട്രോങ് ആണ്, മെൻ്റലി കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അതിനൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റിവലിന് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിൽ ഞാനുണ്ടായിരുന്നു. ഐ വാസ് വൺ അമംഗ് ദം. ആൻഡ് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് ലോട്ട് ഓഫ് പ്രാക്ടീസ് ആൻഡ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. നമ്മൾ ഫൈനലി സ്റ്റേജിൽ കയറിയേക്കാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എവറിത്തിങ് വാസ് ഗോയിങ് വെൽ. ആ ഡാൻസിൻ്റെ ടുവേർഡ്സ് എൻഡ് ആയപ്പോഴത്തേക്കും എൻ്റെ സ്കേർട്ട് ഊരിപ്പോയി. ബട്ട് സർപ്രൈസിംഗ്ലി, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഐ ഫീൽ സർപ്രൈസ് ഹൗ ഐ ഡിഡ് ഇറ്റ് എന്നുള്ളത്. സർപ്രൈസിംഗ്ലി ഞാൻ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കോ ഒരു ചേഞ്ചും വരുത്താതെ ഐ കംപ്ലീറ്റഡ് ദ ഡാൻസ് വിത്ത് എ വെരി പ്ലസൻറ്റ് ഇതിൽ. മീൻസ് ചിലപ്പോൾ ഓഡിയൻസ് സ്കേർട്ട് ഊരിപ്പോയോന്ന് ഡൗട്ട് അടിക്കുന്ന രീതിയിലാണ് ഞാൻ പെർഫോം ചെയ്തത്. പെർഫോമൻസ് കഴിഞ്ഞു, സ്കേർട്ട് ഊരിപ്പോയത് കൊണ്ട് ഡാൻസ് ഡിസ്ക്വാളിഫൈ ആയി, അത് വേറെ കാര്യം. പക്ഷേ ഐ കുഡ് ഡു ദാറ്റ്. അല്ലേ, ഞാൻ ഐ തിങ്ക് ഞാൻ 8th or 9th ആണെന്ന് പഠിക്കണം, ആ ഒരു അത്രയും ചെറിയൊരു പ്രായത്തിൽ. അപ്പോൾ അത് ഞാൻ ചെയ്തത്, ഞാൻ മെൻ്റലി അന്നേ കുറച്ച് സ്ട്രോങ് ആണ്. മേ ബി എന്നെ മോൾഡ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ബൈ ബർത്ത് ഉണ്ടോ എനിക്കറിയില്ല. മൈ മദർ ഈസ് മെൻ്റലി വെരി സ്ട്രോങ്. അതെ, ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആണ്. അപ്പം കുഞ്ഞിലെ അങ്ങനത്തെ ഇൻസിഡൻസ്? എൻ്റെ ഫാദർ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുമായിരുന്നു. ഹി വാസ് എ ബിസിനസ് മാൻ. വാപ്ജിക്ക് ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരെയും ഷോപ്പിലിരുത്തും, കൗണ്ടറിലിരുത്തി ക്യാഷ് എണ്ണ അല്ലെങ്കിൽ വാങ്ങിക്കുക, അതിൻ്റെ ബാക്കി കൊടുക്കുക, ഇങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ സ്കില്ല്, അങ്ങനത്തെ നോളജ് ഞങ്ങൾക്ക് ത്രൂ പ്രാക്ടിക്കൽസ് തന്നിരുന്നു. പക്ഷേ ഞങ്ങളെ കടയിലിരുത്തിയിട്ട് പോവും. വാപ്ചിയുടെ എന്തെങ്കിലും കുഞ്ഞു ആവശ്യങ്ങൾക്ക് മേ ബി ഒരു ഹാഫ് ആൻ അവർ ഹീൽ കം ബാക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടാണ് പോവുക. വി യൂസ് ടു ഡു ദാറ്റ്. അപ്പോൾ വൺ ഡേ ഞാൻ സത്യം പറഞ്ഞാൽ സ്വീറ്റ്സ് ഉണ്ടാവും വാപ്ചിയുടെ കടയിൽ. ഞാൻ ഭയങ്കര സ്വീറ്റ് ക്രേവിംഗ് ഉള്ള ആളാണ്. ഇന്നും എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കട്ട് തിന്നാനാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ബാബച്ചിക്ക് നഷ്ടമാണ്. അതെ, ബാബച്ചിക്ക് അത് നല്ലോണം അറിയാം. സ്റ്റിൽ ഹി ഈസ് ഗിവിങ് ദ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ വന്നിരുന്ന് ഐ ഡോണ്ട് നോ വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ അവിടെ ഗുലാബ് ജാമുൻ കൊണ്ടുവരുന്നൊരു ലേഡി അവിടെ വന്നു. ആൻഡ് ഷി വാസ് കീപ്പിംഗ് ദ ഗുലാബ് ജാമുൻ ഇൻസൈഡ് ദ ഷോക്കേസ് ആൻഡ് ഷി വാസ് ഡൂയിങ് ഹർ സ്റ്റാഫ്സ്. വെൻ മൈ ഫാദർ റിട്ടേൺഡ്, ഈ ലേഡി വാപ്സിനോട് പറയാണ്, ഷീ ഈസ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് ബിസിനസ് വുമൻ ടുമോറോ. അപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. എന്താ എന്നെല്ലാം നോട്ടീസ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. ബട്ട് ഇന്ന് ഞാൻ ഒരു അന്ന് ഞാൻ ഡ്രീം ചെയ്തിട്ടില്ല, ഞാനത് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഓണ്ടർപ്രണർ ആയപ്പോൾ ഐ എം തിങ്കിങ് ഹർ വേർഡ്സ്. അന്ന് ഷീ ഹാഡ് ചിലപ്പോൾ ആ വേർഡായിരിക്കും എന്നെ ഹിറ്റ് ചെയ്തത്. വി ഡോണ്ട് നോ, പറയാൻ പറ്റത്തില്ല. ഒരു സീഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് സജസ്റ്റ് ചെയ്തിട്ടതാണ്. മാത്രമല്ല ബാപ്പച്ചി അങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നു. പിന്നെ ഇന്ന് ഈ ഷൂട്ടിങ്ങിലേക്ക് വരുമ്പോഴേ ആശമ എന്നോട്, ഞാൻ ഒരുങ്ങിയോട്ട് വന്നപ്പോൾ ആശമ എന്നോട് പറഞ്ഞു, ചാച്ചാ അവിടെ പോകുമ്പോൾ തജിനീസിനോട് ഒരു മുല്ലപ്പൂവിൻ്റെ സ്റ്റോറി ഉണ്ട്, ചോദിക്കണമെന്ന് പറഞ്ഞു. അതാ മൈ ഓപ്പർച്യൂണിറ്റി ഫോർ മൈ ഫസ്റ്റ് ബിസിനസ്. ഞാൻ 7th or 8th പഠിക്കുമ്പോഴാണ്. എനിക്ക് ഭയങ്കര മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ മുല്ലപ്പൂ കണ്ടാലും ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരും, അത് കെട്ടും, മുടിയിൽ വെക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യണ കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒരു വാട്ടർ അതോറിറ്റി ബിൽഡിങ്ങാണ്. അതിൻ്റെ മുകളിൽ ടെറസിൽ ഫുൾ ഇങ്ങനെ മുല്ലപ്പൂ ഇത് പടർന്ന് ഒരുപാട് മുല്ലപ്പൂ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അങ്കിൾമാരൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഇതായതുകൊണ്ട് അവിടെ പോവും, അവിടെ കയറി മുല്ലപ്പൂ പറിച്ച് കൊണ്ടുവന്ന് കെട്ടും. അപ്പോൾ വാട്ട് മൈ ഫാദർ ഡിഡ് ഈസ്, വാപ്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്. അപ്പോൾ പുള്ളി എല്ലാ ദിവസവും ഈ ബസ്സിൽ ഇടാൻ വേണ്ടിയിട്ട് തലേ ദിവസം മുല്ലപ്പൂ വാങ്ങിച്ചിട്ടാണ് വാപ്ചി എടുത്ത് വരണേ. പിറ്റേ ദിവസം വണ്ടിയിൽ തൂക്കാനുള്ള മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വരണേ. അപ്പോൾ ഇത് വാപ്ചി ശ്രദ്ധിച്ചപ്പോൾ ഹി കണക്റ്റഡ് ദിസ് ഗൈ ടു മീ. മുല്ലപ്പൂ ആവശ്യമുണ്ട്, നിനക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ കെട്ടിക്കോ, ആൻഡ് വാട്ട് യു ക്യാൻ പേ. അന്ന് മുല്ലപ്പൂവിന് ഒരു മുഴത്തിന് 10 രൂപയാണ്. ആൻഡ് he made that business collaboration. എല്ലാ ദിവസവും മുല്ലപ്പൂ കെട്ടിക്കൊടുക്കും, മാല ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന് കൊടുക്കുന്നു, you will get 10 rupees. Yeah, every day. എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? 0 ഇൻവെസ്റ്റ്മെന്റ്.
മുല്ലപ്പൂ പോയി പറിച്ചു കൊണ്ടുവരിക. ഫ്രീ ആയിട്ട് മുല്ലപ്പൂ പറിക്കുന്നു. അതെ. നൂല് ഉമ്മച്ചിയുടെ ഏതെങ്കിലും തയ്ക്കണ നൂലൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ എടുത്തിട്ടാണ് കെട്ടുന്നത്. അതും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ബിസിനസ് ആൻഡ് ഐ യൂസ് ടു എൻജോയ് എ ലോട്ട്. എന്നോട് ആശമ്മ പറഞ്ഞു, ചാച്ചാ മുല്ലപ്പൂവിന്റെ കാര്യം ചോദിച്ചിട്ടേ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പോരാ. അതെ, ബീങ് ആൻ ഓണ്ടർപ്രണർ, എൻ്റെ ഫസ്റ്റ് ബിസിനസ്സിൻ്റെ സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആ ഒരു ഏജിൽ അത് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി തന്ന എൻ്റെ പാരൻസ്. പാപ്പച്ചിയുടെ കാര്യം 2 കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാ അപ്പന്മാരും കേൾക്കുക. ഒന്ന്, സ്വന്തം മകള് കുഞ്ഞായിരിക്കുമ്പം തന്നെ ആളിനെ വിശ്വസിച്ച് ആ കട ഏൽപ്പിച്ചു. ഒന്ന്, ആളതിനകത്തൊന്ന് കട്ട് കഴിക്കുന്നുണ്ട്, സ്വീറ്റ്സ് ഒക്കെ, ദാറ്റ്സ് ഡിഫറെൻറ്റ് തിങ്, ബട്ട് അത് ഏൽപ്പിച്ചു. രണ്ടാമത്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു. മകളുടെ കഴിവെന്താണോ അന്നേരത്തെ, അതിനനുസരിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു അല്ലേ. അതിനെ ഉമ്മച്ചിയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു രണ്ടുപേരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇന്നും ഒരു നല്ല മെമ്മറിയാണ്. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അതാണെന്ന് മീൻസ് ഓർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പലരും വിചാരിക്കുന്നത് പണമാണ് വേണ്ടിയെന്നാ. ശരിക്കും ഫണ്ടല്ല, നമുക്കൊരു ആശയമാണ് വേണ്ടത്. ആ ആശയത്തെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അല്ലേ. നമ്മളെല്ലാം ഇൻബോൺ ടാലൻസ് ഉണ്ട്, അതിനെ സ്കില്ലാക്കുക എന്നുള്ളത്. എല്ലാവരും ഇപ്പോൾ നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി പുറത്ത് വരുമ്പോൾ ഹു ഈസ് പിക്ഡ് അപ്പ്, സ്കില്ലുള്ളവരെയാണ് പിക്കപ്പ് ചെയ്യുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി നമ്മളിലുള്ള സ്കില്ല് എന്താണോ, അപ്പോൾ നമ്മൾ വേറൊരാളെ കണ്ടിട്ട് ആ ആളെ പോലെ ആവാൻ ട്രൈ ചെയ്യല്ല വേണ്ടത്. Yeah, be unique so that the world start choosing you, so that everything is easy. We don't have to run behind opportunities. അതെ, നമ്മുടെ ഇന്ത്യൻ ഒരു സിസ്റ്റത്തിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഹാർഡ് സ്കില്ലിനാണ് ഇത്ര നാളും വാല്യൂ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതൊക്കെ ഒത്തിരി മാറി. ഇപ്പം വാട്ട് യു സ്റ്റഡീഡ് എന്നുള്ളതിനെക്കാട്ടിലും വാട്ട് യു നോ, വാട്ട് ഈസ് യുവർ സ്കിൽ, അതാണ്. What you can execute, what you can deliver, what you can contribute, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. യങ്സ്റ്റേഴ്സ് എല്ലാം മനസ്സിലാക്കേണ്ടത് കോൺസെൻട്രേറ്റ് ഓൺ ഡെവലപ്പിംഗ് ദ സ്കിൽ അല്ലേ. അതെ, ബാക്കപ്പ് ആയിട്ട് എപ്പോഴും നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഒരു സ്കില്ലുള്ള ആള്, 2 സ്കില്ലുള്ളവർ വിത്ത് ക്വാളിഫിക്കേഷൻ വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ക്വാളിഫൈഡ് ആളാണ് അവിടെ പിക്കപ്പ് ഉള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഈസ് ഓൾവേസ് എ ബാക്കപ്പ്. അത് നമുക്ക് ഒരു ബാക്കപ്പ് എന്താ പറയുക, നമ്മളെ എംപോസ് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ സ്കിൽ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ട് നോ യൂസ് അൺലെസ് യു ആർ സ്കിൽഡ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ആ സ്കില്ലൊരു മണി മേക്കിംഗ് ടൂൾ ആക്കണം അല്ലേ. പലർക്കും പല സ്കില്ലുണ്ട്, അതിനെ എങ്ങനെ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയത്തില്ല. സോ ഇറ്റ് ഷുഡ് ബി എ മണി മേക്കിംഗ് ടൂൾ. പല നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്, ഐ ആം ഫോളോയിങ് മൈ പാഷൻ. ഇറ്റ് ഈസ് ഗുഡ് ടു ഫോളോ ദ പാഷൻ. ദാറ്റ് പാഷൻ ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു എ സ്കിൽ വിച്ച് ഈസ് എ മണി മേക്കിംഗ് ടൂൾ. അതായിരിക്കണം, നല്ല സക്സസ്സിലേക്ക് കയറാനൊക്കെ തോന്നും. വണ്ടർഫുൾ. ആ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് 12th ടോപ്പറായി. അത് കഴിഞ്ഞിട്ട് MBBS പഠിക്കാനായിട്ട് പോകുന്നു. MBBS പഠനകാലം അല്ലേ. ഇതൊക്കെ ഇരുന്നാലും ഈ 12ാം ക്ലാസ് വരെ എന്തെങ്കിലും അഫെയർ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? Yeah, definitely. 12ാം ക്ലാസ് വരെ ഐ വാസ് മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ സ്റ്റഡീസ്. സൂപ്പർ സ്റ്റാർ ആയിട്ട് നടക്കുമായിരുന്നു. അതെ, എൻ്റെതൊരു ലവ് മാരേജ് ആയിരുന്നു. സോ അതാ അതിലൊക്കെ വരിക. 12ാം ക്ലാസ് വരെ ആർക്കും പിടി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് MBBS കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തു പീസ് തോമസിൻ്റെ അവിടെ. ഞാനൊരു മുസ്ലിം സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മീൻസ് ചിന്തിക്കാൻ പറ്റും. ബോത്ത് ദ പ്ലേസ് വർ വെരി ഡിസിപ്ലിൻഡ്, വെരി സ്ട്രിക്റ്റ്, അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. പീസ് തോമസിൻ്റെ അവിടെ നിന്ന് ഞാൻ എൻട്രൻസ് എഴുതി. ഐ ഗോട്ട് അഡ്മിറ്റഡ് ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ കോളേജിലേക്ക് ചെന്നപ്പോഴത്തേക്കും എ ന്യൂ വേൾഡ്, ഒരു പുതിയ വേൾഡ് തന്നെയാണ് എൻ്റെ മുമ്പിൽ ഓപ്പൺ ആയത്. അവിടെ നമ്മളെ നോക്കാനും നമ്മളെ പുറകിൽ കൺട്രോൾ ചെയ്യാനും ആരുമില്ല. അവിടെ തൊട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ള ജേണിയാണ്. സി ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെപ്പോഴും ഗൈഡ് ചെയ്യുക. സ്കൂളിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സ് ഉള്ള പോലെ കോളേജിൽ ടീച്ചേഴ്സ് ആർ ബിസി. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ദേ വിൽ ഹെൽപ്പ് അസ്, അത്രേ ഉള്ളൂ. അല്ലാതെ നോബഡി ഈസ് ദെയർ ബിഹൈൻഡ് യു ടു ഗൈഡ് യു ആൻഡ് ടെൽ അസ് ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ബാഡ് എന്നുള്ളതൊന്നും. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് എല്ലാവരുടെയും ലൈഫിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും വി ഷുഡ് ഹാവ് എൻ ഐഡിയ അല്ലേ. നമ്മുടെ ചൈൽഡ്ഹുഡ് കൊണ്ട് നമുക്ക് എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് തിരിച്ചറിയാനും അത് ടേക്കപ്പ് ചെയ്യാനും അത് ചെയ്യാനും അത് പ്രൊസീഡ് ചെയ്യാനും ഉള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ
ഒരു നല്ല ട്രാക്കിലായിരിക്കും പോവുക. അത് പാരന്റിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു ഘടകമാണ് അല്ലേ? നമ്മുടെ പേരൻസ് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. പറഞ്ഞ് മനസ്സിലാക്കണേലും അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിക്കുക. അല്ല, ഞാൻ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. വിൽ കം ബാക്ക് ടു ദിസ് MBBSന്റെ അതിനൊക്കെ വരുന്നുണ്ട്. ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ, ഈ പല പേരൻസും പല കാര്യങ്ങളും പിള്ളേരോട് ഓപ്പൺലി പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷെ അവർ ഭാവിയിൽ അത് അറിയേണ്ട കാര്യങ്ങളാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് പറയത്തില്ല. നമ്മുടെ ക്ലിനിക്കിൽ പല പേരൻസും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇതൊന്ന് പറഞ്ഞു വിട്ടേക്കണം കേട്ടോ. ടീനേജേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് ഫോർ എക്സാമ്പിൾ ഫോളിങ് ഇൻ ലവ് വിത്ത് സംബഡി, നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യത്തില്ല. ഏതെങ്കിലും വീട്ടിൽ പറയുകയാണെങ്കിൽ പറ്റത്തില്ല എന്നാ പറയുന്നത് അല്ലേ? അബൌട്ട് സെക്സ് അല്ലേ? വാട്ട് യു സേ അബൌട്ട് ദാറ്റ്? നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സെക്സ്. ഇപ്പോൾ ഒരു ഫീമെയിൽ ചൈൽഡാണെങ്കിൽ അവളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് വരുന്ന ചേഞ്ചസ്, പിന്നെ ഡ്രഗ്സ്, ഇതൊക്കെ അങ്ങനത്തെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ. ഇപ്പോൾ മക്കൾ വഴിതെറ്റി പോകുന്ന തലങ്ങൾ ഇതൊക്കെയാണ് അല്ലേ? ഡ്രഗ്സിനെ പറ്റി അല്ലെങ്കിൽ സെക്സിനെ പറ്റിയൊക്കെയുള്ള ക്യൂരിയോസിറ്റിയാണ് ഇവരെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അതൊക്കെ മോശം കാര്യങ്ങളാണ്. അത് അല്ല, നീ യു ഗോ ആൻഡ് സ്റ്റഡി എന്നാണ് പാരൻസ് പറഞ്ഞ് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാരൻസ് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു സംഭവമായിട്ട് അഭിമുഖീകരിക്കണം ഇയാള്. മീൻസ് എന്നും നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പാരൻസിന് ഒരു കാലം വരെ ഉള്ളൂ റോള്. അത് കഴിഞ്ഞാൽ ദേ ആർ അനദർ ഇൻഡിപെൻഡന്റ് ഹ്യൂമൻ ബീങ് ലൈക്ക് ദീസ് പാരൻസ് അല്ലേ? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഈ പാരൻസ് ആയ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ വിചാരം ലൈഫ് ലോങ് നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്ത് ശരി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ടുമോറോ ദ വേൾഡ് ഈസ് ഗോയിങ് ടു ടോക്ക് ടു ദം. അപ്പോൾ വി ഡോണ്ട് നോ വാട്ട് ദേ ആർ ഗോയിങ് ടു ടോക്ക്. അവരിത് എങ്ങനെ എന്ത് രീതിയിലാണ്, ചിലപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ക്യൂരിയോസിറ്റി എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും ഇവർ ഉദ്ദേശിക്കുക. ഈ ക്യൂരിയോസിറ്റി കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്ന ടീനേജിലാണ്. എന്തൊക്കെയാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്? ക്യൂരിയോസിറ്റി എക്സ്പ്രസ്ഡ് ആവുന്നതാണ് ടീനേജിൽ. ഐ തിങ്ക് അത് നമ്മൾ ചൈൽഡ്ഹുഡിലെ ആ ക്യൂരിയോസിറ്റി ഒഴിവാക്കിയാൽ, മീൻസ് അത് ആ ചൈൽഡ്ഹുഡിൽ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് പാരൻസിന്റെ കടമയാണ്. അതിന് മക്കളിൽ നിന്ന് ഹൈഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്താണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്? അതിനോടൊരു ക്യൂരിയസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഫസ്റ്റ് എൻ്റെ ഇൻ്റർനാഷണൽ യൂറോപ്പ് ട്രിപ്പ് പോയപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ, വി ഡ്രസ് അപ്പ് വെരി വെൽ, എവറിത്തിങ് ഇസ് കവേർഡ്, ആ ഒരു കൾച്ചറാണ്. അവിടെ പോയപ്പോൾ ഐ സ്റ്റാർട്ടഡ് സീയിങ് സംതിങ് എൽസ്. ഐ വാസ് ക്യൂരിയസ്. I was peeping. Oh my God, what is this? See, എൻ്റെ ക്യൂരിയോസിറ്റിയാണ്, ഞാൻ വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റിയാണ് എന്നെ പീപ്പിപ്പിച്ചത്. ബട്ട് പീപ്പിൾ അറൗണ്ട് us വെരി കൂൾ. നമ്മുടെ നാട്ടിൽ അത്രയും കൂളായിട്ട് ആൾക്കാർ നടക്കില്ല. ബിക്കോസ് എവ്രി വൺ ഹിയർ ഇസ് വെരി ക്യൂരിയസ് അല്ലേ? അത് ഒരു പാർട്ട്. അതുപോലെ തന്നെയാണ് ഇത് നമ്മളെ വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ക്യൂരിയോസിറ്റീസിൽ ഒന്നാണ് ഇത്. അതുപോലെ തന്നെയാണ് സെക്സും ഡ്രഗ്സും റിലേറ്റഡ് ആയിട്ടുള്ള. അങ്ങനെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി MBBS പഠിക്കാനായിട്ട് കോളേജിലോട്ട് ചെല്ലുന്നു. അവിടെ വേറൊരു വേൾഡ്, ഓപ്പൺ വേൾഡ്, ആരും കൺട്രോൾ ചെയ്യാനായിട്ടില്ല, ആരും നമ്മളെ മാനേജ് ചെയ്യാനായിട്ടില്ല. യു ആർ സ്റ്റാർട്ടിങ് യുവർ ലൈഫ് ബൈ യുവർ സെൽഫ്. അങ്ങനെ വേണം അല്ലേ പുതിയ ലൈഫ്? എൻ്റെ ബ്രിങ്ങിങ് അപ്പിലും ഒരുപാട് ക്യൂരിയോസിറ്റീസ് ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ എൻ്റെ പാരൻസ് അവരും ഒരു സൊസൈറ്റിയിലായിരുന്നല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ. മക്കളോട് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലല്ല എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് ഐ വാസ് സ്ട്രോങ്ലി ടോട്ട് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്. ഡിറക്റ്റ് ഇപ്പോൾ സെക്സ് ഡ്രഗ്സ് ഇതൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എങ്കിലും ഗുഡും ബാഡും എന്നെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ വളരെയധികം ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ എം പ്രൗഡ് ഇനഫ് ടു സേ ദാറ്റ് എൻ്റെ ഫ്രീഡം ഞാൻ നല്ല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മിസ്യൂസ് ചെയ്യാം, എനിക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ബ്രിങ്ങിങ് അപ്പ് അല്ലേ, ഞാൻ ഒരു എങ്ങനത്തെ ഹ്യൂമൻ ബീയിങ് ആണ്, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്താണ്, അതാണ് നമ്മുടെ ചോയ്സ് എപ്പോഴും. സോ എൻ്റെ ചോയ്സ് എപ്പോഴും നല്ലതാണെന്ന് എന്നുള്ളതിൽ ഞാൻ പ്രൗഡാണ്. ആക്ച്വലി ഫ്രീഡം എന്നുള്ള വാക്ക് നല്ലതായിട്ടൊന്ന് പഠിക്കുവാണെങ്കിൽ, ഫ്രീഡം ഈസ് നോട്ട് എ പെർമിഷൻ ടു ഡു റോങ് തിങ്സ്. ഫ്രീഡം ഈസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് യു ക്യാൻ ഡു ദ റൈറ്റ് തിങ്സ് അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് ഫ്രീഡം. അത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നല്ല കാര്യം ചെയ്യാൻ യൂസ് ചെയ്താൽ നല്ലതിലേക്ക് പോകും. ഫ്രീഡം
ഇറ്റ്സ് ലൈക്ക് മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്താൽ നമ്മൾ നശിക്കും. ഫ്രീഡം മിസ്യൂസ് ചെയ്തവരാണ് പലരും ഇന്ന് നമ്മൾ നശിച്ച് കാണുന്ന ആൾക്കാർ. അതല്ലേ. എന്നിട്ട് MBBS ചെല്ലുമ്പോഴാണ് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഒരു പ്രപ്പോസൽ വരുന്നു അല്ലേ? അത് നിങ്ങളുടെ ലവ് ലൈഫ്. യെസ്, പ്രപ്പോസൽ വരുന്നു മീൻസ് ഞാൻ +1 +2 ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അന്ന് ഞാൻ അങ്ങനെ ഒരു പ്രേമിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലൊന്നും ആയിരുന്നില്ല. MBBS ഞങ്ങൾ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ MBBS ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വി മെറ്റ് അഗെയിൻ. ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ വീണ്ടും മീറ്റ് ചെയ്തു. ആൻഡ് അഗെയിൻ ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഇൻട്രസ്റ്റ് ടു മീ. സോ അതിനർത്ഥം 11th 12th അദ്ദേഹം പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ഡിഡ്ന്റ് കെയർ. ഞാൻ അത്ര എങ്ങനെയോ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഹി ഹാവ് ഡെഫിനറ്റ്ലി എക്സ്പ്രസ്ഡ്. അപ്പോൾ അഗെയിൻ ഹി എക്സ്പ്രസ് മീ ദ സെയിം തിങ്. അപ്പോൾ എൻ്റെ പാരൻറ്റിങ്ങിൽ എനിക്ക് മിസ്സായ ഒരു കാര്യമുണ്ട്. Even if I am very proud of my parents, I am very proud of my parents for what I am today. But end up means nobody is perfect. No parenting is perfect. Nothing, nobody, no human Nobody being is perfect. Yes. അപ്പോൾ അങ്ങനെ എൻ്റെ പാരൻറ്റിങ്ങിൽ എനിക്ക് മിസ്സായത് അവരുടെ ഒരു ടച്ചാണ്. അവർ എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സിലും എല്ലാത്തിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദേ വർ വെരി ഹാപ്പി ഫോർ മീ. ബട്ട് അവരെന്നെ ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ ഒന്നും ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. മേ ബി അവർ ബിസി ആയിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അവർക്ക് സ്നേഹമുള്ളുണ്ട്, പക്ഷേ അത് ടച്ചിലൂടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. മേ ബി അവരെനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാറുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാട് നടത്തി തരാറുണ്ട്, സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു ടച്ച് മിസ് ചെയ്തിട്ടുണ്ട്. പേരൻറ്റിങ്ങിനകത്ത് എനിക്കൊരു മെൻറ്ററുണ്ട് സൈക്കോളജിയിലൊക്കെ. അപ്പം പുള്ളിക്കാരി പറഞ്ഞൊരു വലിയൊരു കാര്യം എൻ്റെ കൂടെ ചേർത്തെന്ന് പറയാം. മക്കളെ ഒരു ദിവസം അമ്മയും അപ്പനും, അമ്മമാരാണല്ലോ കൂടുതൽ സമയമുള്ളത്, അമ്മമാർ ഒരു ദിവസം 8 പ്രാവശ്യമെങ്കിലും ഹഗ് ചെയ്യണം, 21 പ്രാവശ്യം ഉമ്മ കൊടുക്കണം. അത് നെറ്റിയേൽ ഇവിടെ, ചീക്ക്, നെക്കിൻ്റെ ഇവിടെ, കൈയുടെ ഇവിടെ 21 പ്രാവശ്യം. ഇത്രയും ചെയ്യുവാണെങ്കിൽ ഈ അമ്മയും മക്കളുമായിട്ടുള്ള അല്ലെ അപ്പനും മക്കളുമായിട്ടുള്ള ബോണ്ട് ഭയങ്കര ഹൈ ആവും. അവർ കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ പറയാം കേട്ടോ. ക്രൂസ് നിങ്ങളൊക്കെ കേട്ടോ, നിങ്ങൾ മക്കളല്ല അല്ലേ? അവർ കിടന്ന വയറ് അമ്മയുടെ, അവർ കുടിച്ച ബ്രസ്റ്റ്, പാല് കുടിച്ച ബ്രസ്റ്റ്, ഇത് രണ്ടും മക്കളെ മുട്ടണം, സ്പർശിക്കണം. അതിനകത്തൂടെ ഒത്തിരി മെസ്സേജസ് ആണ് പോകുന്നത്. അങ്ങനെ ഒരു മകൻ, അങ്ങനെ ഒരു അമ്മയുടെ മകനായിട്ട് വളരുവാണെങ്കിൽ ഈ മകൻ ടീനേജ് ആകുമ്പോഴത്തേക്കിന് വേറൊരു പെങ്കൊച്ചിനെ കാണുമ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ടോക്സ് കേട്ടിട്ടുണ്ടോ? പുള്ളി പണ്ട് FTV ഒളിച്ചിരുന്ന് കണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ടോ? ജോബ് കേട്ടിട്ടുണ്ടോ? യെസ്. അപ്പോൾ അന്ന് ഒളിച്ചിരുന്ന് കണ്ടത് അമ്മ കണ്ടുപിടിച്ചപ്പോൾ ജോസഫ് പറയുന്നത്, അമ്മ പറഞ്ഞത്, എടാ നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്ത ഒന്നും അവർക്കും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ജോസഫിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി അവിടെ നശിച്ചു. അതിനാ ഒരു വേറെ ലെവലിൽ പുള്ളിക്ക് തിങ്ക് ചെയ്യാൻ പറ്റി. ഫീമെയിൽസിനോട് ഭയങ്കര റെസ്പെക്ട് അന്ന് തൊട്ടിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞൊരു, അതിപ്പോ ജോബ് ഇത് ഈ കഥ മീൻസ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയാണ്. അത് തനിസ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ആശുമ ഞാൻ കൂടെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കിന് ഇത് എല്ലാ ദിവസവും എൻ്റെ അമ്മയുടെ, ഞാൻ കിടന്ന വയറാണ്, ഞാൻ കുടിച്ച പാല് കുടിച്ച ബ്രസ്റ്റാണ്, ഇത് എല്ലാ ദിവസവും എന്നെ മുട്ടുന്നത്. അത്രേ ഉള്ളൂ, എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിനല്ല, ഓപ്പോസിറ്റ് സെക്സിന് അത്രേ ഉള്ളൂ എന്നുള്ള തോട്ട്. എല്ലാത്തിനും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതല്ലേ, എല്ലാത്തിനും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പഴയ ഒരു ടോക്കുണ്ട്, പെണ്ണുങ്ങൾ വളർന്നാൽ പിന്നെ അപ്പന്മാർ പെണ്ണിനെ തൊടല്ലേന്നൊക്കെ. ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഫാദേഴ്സ് ഷുഡ് ഹഗ് ദ ഡോട്ടേഴ്സ്. റോങ് ഇന്റൻഷൻ വേണ്ട, റൈറ്റായിട്ട് ഹഗ് ചെയ്യണം. ആ ഒരു ഇപ്പം മുമ്പ് ഇപ്പം തനിച്ച് പറഞ്ഞില്ലേ, യു മിസ് ദ ടച്ച് ഫ്രം യുവർ പേരൻസ് അല്ലേ? ബോത്ത് ഓഫ് ദം, രണ്ടുപേരുടെയും ടച്ച് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ സമയത്താണ്, ആ ഗ്യാപ്പിലാണ് ഒരു പ്രപ്പോസൽ വരുന്നത്. മീൻസ് ഞാൻ അങ്ങനെയുള്ളൊരു കുട്ടി ടീനേജറായി വളർന്ന് നിൽക്കുമ്പോൾ അപ്പോൾ എനിക്ക് ആ ഒരു ടച്ച് മിസ് ചെയ്യുമ്പോൾ വാട്ട് ഐ ഫീൽ ഈസ് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് സെർച്ചിങ് ഫോർ ലവ് ആക്ച്വലി. ആൻഡ് മീൻ വൈൽ ഈ പ്രേമിക്കുക അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ബട്ട് പ്രേമിക്കരുത്. യെസ്, പ്രേമം ഒരു ഭയങ്കര കുറ്റമാണ്. പക്ഷെ ഒരു ഏജ് എത്തുമ്പോൾ ഇറ്റ്സ് അവർ റിക്വയർമെന്റ്, റൈറ്റ്? നമ്മൾ എല്ലാവരും അതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ പിന്നെയും എന്നോട് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചപ്പോൾ വട്ട് ഐ കൺസിഡേർഡ് വാസ്
എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണല്ലോ. ഇനി ഞാൻ അത് വേണ്ടാന്ന് വെച്ച് ഇനി വേറൊരാളെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാമായിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് കണ്ടുപിടിച്ച് തരാമായിരിക്കാം. പക്ഷെ ആൾക്ക് എന്നെ സ്നേഹിക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫെയിലിയർ. അപ്പോൾ സോ ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ആൻഡ് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രണയിച്ചിരുന്നു. വീട്ടിൽ പറഞ്ഞിട്ടില്ല? വീട്ടിൽ പറഞ്ഞിട്ടില്ല. യെസ്, അതെ അതെ, എന്നെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. എനിക്ക് ഈ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഐ എം നോട്ട് ട്രെയിൻഡ് ഫോർ ദാറ്റ്. ഇന്നും ഞാൻ പറയാം, എനിക്ക് സീക്രറ്റ്സ് ദയവ് ഇത് എന്നോട് പറയരുത്. ഐ ഡോണ്ട് നോ ടു കീപ് ദ സീക്രറ്റ്സ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ ലോകം മൊത്തം കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ പറയുക. അപ്പോൾ അന്നെന്താ സംഭവിച്ചു വെച്ചാൽ, മീൻസ് നമുക്ക് കോളേജിൽ നിന്ന് ക്യാമ്പുകളുണ്ട്. ഡിസംബർ വെക്കേഷനിൽ വയനാട്ടിൽ പോകും. കോഴിക്കോട് നിന്ന് അടുത്ത് വയനാടാണല്ലോ, അവിടെ കുറച്ച് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ കോളേജിൽ നിന്ന് കുട്ടികൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് സാമ്പിൾ മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മളവിടെ ക്യാമ്പ്, ഫ്രീ ക്യാമ്പ്, മീൻസ് ഇവരെല്ലാവർക്കും ചെക്കപ്പും അവർക്ക് അത്യാവശ്യമുള്ള മെഡിസിൻസൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ക്യാമ്പ് കണ്ടക്ട് ചെയ്യും. NSSലൊക്കെ ആക്റ്റീവായിട്ടുള്ളവരാണ് ആ ക്യാമ്പ് നടത്തുക. അപ്പോൾ ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ഞങ്ങൾ വയനാട്ടിൽ പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാമ്പായിരുന്നു കേട്ടോ അത്. മീൻസ് വയനാട് നമുക്കറിയാലോ, ഭയങ്കര ഒരു സ്കൂളിലായിരുന്നു ക്യാമ്പ്. ആദിവാസി കോളനിയാണോ? ആദിവാസികളല്ല, ബട്ട് സിമിലർ ടു ദാറ്റ്, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു. സ്റ്റുഡൻസ് എല്ലാം കൂടെ വിത്ത് ഡോക്ടേഴ്സ്, പ്രൊഫസേഴ്സ് ഇല്ല, സ്റ്റുഡൻസ് ആണ്. സീനിയേഴ്സിന്റെ കൂടെ നമ്മൾ പോണേ. അപ്പോൾ വീട്ടിൽ ഞാൻ പ്രൊഫസേഴ്സ് ഉണ്ടെന്നെങ്കിൽ ബിക്കോസ് ദേ കനോട്ട് ആക്സെപ്റ്റ്. അവർ ഈ ഒരു വേൾഡ് കണ്ടിട്ടില്ല. ആൻഡ് ഐ കനോട്ട് ടെൽ ദം ദാറ്റ് ഞാനിപ്പോൾ ഇങ്ങനെ, ദേ മേ ഫീൽ ഇൻസെക്യൂർ. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ്, മീൻസ് ഒരു മീൻസ് ഇത് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാട്ടോ സ്കൂള്. ആൻഡ് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടം ഇവർ ഒരു ബാത്റൂം പോലെ പണിതേക്കാം. ആൻഡ് ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കുളിക്കാം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ, റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഒരു റിലയൻസിൻ്റെ ഫോൺ, കപ്പിൾ ഫോൺ ഉണ്ട്, പെയർ ഫോൺ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് വിളിക്കാം. അതെ, സിമ്മില്ല. അപ്പോൾ ആ ഒരു ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ടു കോൾ ഹിം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു കണക്ഷനും റേഞ്ചില്ല. ആൻഡ് ദ ഓൺലി ഫോൺ വിത്ത് റേഞ്ച് ഇസ് മൈ ഫോൺ. എൻ്റെ റിലയൻസിന് മാത്രം റേഞ്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ വിളിക്കണം. ഈ പറഞ്ഞ എല്ലാവർക്കും പ്രണയങ്ങളുണ്ട്. എല്ലാവരും അപ്പോൾ എൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ ഓൾസോ വാണ്ട് ടു കോൾ മൈ ഹോം. അപ്പോൾ ഞാൻ ഈ നമ്പറിൽ നിന്ന് വീട്ടിൽ വിളിക്കുകയാണ്. മൈ മദർ ഇസ് എക്സ്ട്രാ ഇൻ്റലിജൻറ്റ്, യുനോ, എല്ലാം പൊക്കും. അപ്പോൾ ഞാൻ ആ നമ്പറിൽ നിന്ന് വിളിച്ചു. ഐ ഡോണ്ട് നോ ഹൗ അവരതെങ്ങനെ ട്രാക്ക് ചെയ്തു എന്നോ, എൻ്റെ കയ്യിൽ ആ ഫോൺ ഞാൻ യൂസ് ചെയ്യേണ്ടെന്നുള്ളത് അവരത് പൊക്കി. വാട്ട് ഷീ ഡിഡ് ഇസ്, ഷീ ഈസ് വെരി സ്ട്രിക്റ്റ്. അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരു ലിബറലായിട്ടുള്ളൊരു ഡിസിഷൻസ് ഇല്ല പിന്നെ ആൾക്ക്. അപ്പോൾ വാട്ട് ഷീ കെയിം ടു ദ ക്യാമ്പ് സർപ്രൈസിംഗ്ലി. വയനാട് വന്നു, എറണാകുളത്ത്. അപ്പോൾ സർപ്രൈസിംഗ്ലി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആൻഡ് ഫോൺ ഇസ് വിത്ത് മീ. അങ്ങനെ തന്നെ പിന്നെ വേറെ ഒന്നും സംസാരിച്ചില്ല. എന്നെ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് വെരി ഫൺ പാർട്ട് ഓഫ് മൈ ലവ് ലൈഫ്. പക്ഷേ ഞാൻ പിന്നെ ആലോചിക്കും, എനിക്കന്ന് ആ ക്യാമ്പ് മിസ്സായി. ഉമ്മച്ചി ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ആ ക്യാമ്പ് കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ദർ വാസ് നത്തിങ് മച്ച് ടു ഹാപ്പൻ, അല്ലേ? അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലിബറലായിട്ട് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഡെഫിനറ്റ്ലി യെസ്, ഷീ ഓൾസോ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, എന്താ ഡിഫക്ട്സ്, അറിവ് കിട്ടിയില്ല. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള? അത് ലൈക്ക് എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ പലരും പറയണ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടില്ല, വിശക്കില്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ സ്വിച്ച് ഓഫാണ്. പിന്നെ ഒന്നും അറിയില്ല, ഉറക്കമാണ്. ഞാൻ എണീറ്റാലും അപ്പം തന്നെ പിന്നെ ഉറങ്ങിപ്പോകും. വിശപ്പ് കൂടുതലാണ്, എണീറ്റാൽ അപ്പം തന്നെ വിശന്നിട്ടായിരിക്കും എണീക്കണം. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സ്ട്രെസ്സ് ഒരു കൺട്രോൾ ആവണ വരെ എൻ്റെ ഒരു രീതി അതായത്. ഇന്നും ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. എന്ത് സ്ട്രെസ് വന്നാലും ഞാൻ കട്ട് ഓഫ് ആവലാണ് എൻ്റെ ഒരു രീതി. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ഓൾസോ ഹെൽപ്പിംഗ് മീ ടു മെയിൻറ്റെയിൻ മൈസെൽഫ്. കുറേ പേര് വരുന്നത് ഉറക്കമില്ല, എന്തേലും ഒന്ന് ഞങ്ങളൊന്ന് സഹായിക്കൂ, വല്ല ടാബ്ലറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ടാ വരുന്നേ. എന്നിട്ട് വണ്ടിയിൽ ഉറങ്ങി. ഉറങ്ങി. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി.
വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മൈ ഫാദർ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ക്യാമ്പ് ഒന്ന് കഴിഞ്ഞിട്ട് അവളെ ഇൻ്റർഫിയർ ചെയ്യാം അങ്ങനത്തെ ഒരു തോട്ടുള്ള ആളാണ്. കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ. പക്ഷേ ഉമ്മച്ചി കുറച്ചും കൂടി അഗ്രസീവാണ്. അപ്പോൾ വാപ്പച്ചി വന്നു ആൻഡ് ഹി വാസ് ടെല്ലിങ് ഓക്കെ ഫൈൻ, ഇവിടം വരെ ആയി, നോ ലെറ്റ്സ് പ്രൊസീഡ്, നാളെ നിക്കാഹ് നടത്താം. വളരെ സിമ്പിളായിട്ട് പറയാണ്. അപ്പോൾ വാട്ട്സ് ഹാപ്പനിങ്. എനിവേ ഐ വാസ് റെഡി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പ്രണയിക്കുന്ന ഒരാളാണല്ലോ. ഐ വാസ് സോ ഹാപ്പി. അതെ, നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയാണല്ലോ പ്രണയിക്കുന്നത്. അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഹി വാസ് ഓൾസോ സ്റ്റഡിയിങ്, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് +1 +2 കഴിഞ്ഞാണല്ലോ. ഞാൻ MBBS ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ആളും ഡിഗ്രി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പാരൻസ് സംസാരിച്ചു, സെയിം കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വേറെ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലെറ്റ് ഹിം സ്റ്റഡി ആൻഡ് ലെറ്റ്സ് റീതിങ്ക് അബൌട്ട് ദിസ് വൺസ് ഹീ ഈസ് സെറ്റിൽഡ് എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഫൈനൽ ഇയർ ആയപ്പം വി ഗോട്ട് മാരീഡ്. That beautiful day commenced. ഈ സമയത്ത് ബാപ്പച്ചി ആണെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, സെയിം കാസ്റ്റ് ആണല്ലോ, സെയിം ഇതാണല്ലോ. എന്താണെങ്കിലും സെലക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. ഉമ്മച്ചി ഭയങ്കര റിബല്യസ് ആയിരുന്നു ആക്ച്വലി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് മേ ബി ഒരു 1 year എടുത്തു ഉമ്മച്ചീനൊന്ന് നോർമലിലേക്കൊന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ട്. ഈ ചില മിക്കവാറും ചില കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ ഏജ് ആ ഒരു ഇതിലൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരു പെൺകുട്ടി കണ്ടുപിടിക്കുന്ന നല്ല ചെക്കനാണെങ്കിൽ പോലും പ്രേമിച്ചാണെങ്കിൽ വേണ്ട. അതെ, പ്രേമം എന്തോ ഭയങ്കര മിസ്റ്റേക്കാണ്. പ്രേമം അലൗഡ് അല്ല. പക്ഷെ ഞാൻ പറയണത് പ്രണയം ലൈഫിന്റെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നൊക്കെ പറയണ പോലെ പ്രണയവും നമ്മളെ ആക്റ്റീവായിട്ടിരുത്താൻ, ഹെൽത്തി ആയിട്ടിരുത്താൻ, ഹെൽത്തി പ്രണയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരാളുടെ എന്താ പറയുക ആവശ്യ ഘടകമാണ് അല്ലേ. അതൊരു ഏജ് കഴിഞ്ഞാൽ വേണം. അതെ, അതിനകത്തൊരു ഒരു ക്വസ്റ്റ്യൻ, ഒരു റെഡ് ലൈറ്റ് ഉള്ളത്, റോങ് പേഴ്സൺ ആകല്ലേ. നമ്മൾ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. നമ്മുടെ ഒരു പ്രായമുണ്ട്. ഞാനൊരു ഇൻസിഡൻറ്റും കൂടെ പറയാം. ഞങ്ങൾക്ക് എല്ലാ മാസവും ഫാദർ സൺഡേ ഉണ്ട്, ഫാദർ ഡോട്ടർ ഡേ ഉണ്ട്, മദർ സൺഡേ ഉണ്ട്, മദർ ഡോട്ടർ ഡേ ഉണ്ട്. അപ്പോൾ ഞാൻ പിള്ളേർ വെളിയിൽ പോകും. ഞങ്ങൾ ഫാദർ മാസത്തിൽ 1 ദിവസം അങ്ങനെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫാദർ സൺഡേ കഴിഞ്ഞല്ല, അതിൻ്റെ മുമ്പത്തെ നവംബറിലെ ഫാദർ സൺഡേക്ക് ജോഷിനോട് പറഞ്ഞു, അപ്പോൾ ഐ വോണ്ട് ടു ഡിസ്കസ് സംതിങ് വിത്ത് യു എന്ന് വെച്ചാൽ, എന്നടാ അതെ എന്നെ 2 പെൺപിള്ളേർ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അല്ല അങ്ങനെ ഇതാ പറഞ്ഞേ, എനിക്ക് 2 പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് സ്കൂളിൽ എന്തെങ്കിലും വല്ല സ്കൂളിൻ്റെ വല്ല പരിപാടിക്കും പോലെ എന്താ പ്രപ്പോസൽ എന്നാ ചോദിച്ചു. അല്ല 2 പെൺപിള്ളേരാ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഞാൻ ചോദിച്ചു എവിടെ നിന്റെ കൂടെ ഉള്ളവരാണ്? ഒന്ന് എൻ്റെ സീനിയറാണ്, സീനിയർ ഒന്ന് കൂടെ പഠിക്കുന്ന. എന്നിട്ട് ഞാൻ ചോദിച്ചു നീ എന്നാ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, ഐ തോട്ട് ഐ വിൽ ഡിസ്കസ് വിത്ത് യു. അപ്പം അവർക്ക് എന്ത് തോന്നിയാലും നമ്മളോട് വന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുക എന്നുള്ളത് പാരന്റിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ ഉത്തരം പറഞ്ഞേ? പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഓർത്ത് അപ്പയോടൊന്ന് സംസാരിച്ചിട്ട് ആട്ടെ. ഞാൻ പറഞ്ഞു ഒന്നാമത് നീ ചെയ്യേണ്ടത് അവർ നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്തല്ലോ, അതിന് നീ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ലാതെ നോ എന്നൊക്കെ പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്ത് അവരെ കണ്ടാൽ മിണ്ടാതെ ചെയ്യരുത്. അതിന് നിന്നോട് തന്നെ നീ അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ പ്രപ്പോസ് ചെയ്യത്തക്ക രീതിയിൽ ഐ ആം ഹാൻസം, ഐ ആം അട്രാക്റ്റീവ് എന്നുള്ളൊരു തോട്ട് നിനക്ക് ഉണ്ടാകണം. 1. 2 അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. 2 ഞാൻ ചോദിച്ചു ജോഷിൻ്റെ ഗോളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ 18ാമത്തെ വയസ്സിൽ ഇന്നത്, 21ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു നിന്റെ ഇപ്പോഴത്തെ എയിം എന്ന് പറയുന്നത് ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നീ പഠിക്കണം. അപ്പം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഉള്ള സമയം ഉണ്ടോ? ഇപ്പം തന്നെ ഫുള്ളി പാക്ഡാണ്. ഈ ഒരു പെങ്കൊച്ചിനെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതില്ല. 2 ഇപ്പം ആരുടെ എക്സ്പെൻസിലാണ് നീ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇപ്പം അപ്പാടെ എക്സ്പെൻസിലാണ്. ഞാൻ പറഞ്ഞു ഒരു പെണ്ണിനെ കൂടെ പോറ്റാനായിട്ടുള്ള ഇതുണ്ടോ? സാധാരണ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ പോട്ടെങ്കിൽ ഒരാണിൻ്റെ പോരെ, 2 ആണുങ്ങളുടെ ഇത് വേണം ഒരു ലേഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അതുമില്ല. ഞാൻ പറഞ്ഞു അപ്പം ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക. 1. 2 യു സ്റ്റാർട്ട് ഏൺ ചെയ്ത് ഒരു 6 മാസം 1 year എങ്കിലും ഏൺ ചെയ്ത് ഒരാളെ കൂടെ നിനക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ. അവനെ 1 minute ഒന്നും ഉണ്ടായില്ല. I think that makes sense. അപ്പം ഞാനാണ് ചെന്ന് പറഞ്ഞോളാം. അങ്ങനെ അവരേക്ക് ചെന്ന് പറഞ്ഞതാണ് എൻ്റെ വിചാരം. പ്രേമിക്കുന്നത് തെറ്റല്ല, പക്ഷേ ടു ഹും ആൻഡ് വെൻ നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ട്. അപ്പം നമ്മുടെ തോട്ട് പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. മോർ ദാൻ ദാറ്റ്
പ്രേമിക്കുക എന്നുള്ളത് ആ ആളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആവേണ്ട കാര്യമില്ല. നമ്മുടെ പേഴ്സണൽ, നമ്മുടെ കരിയർ, എവറിത്തിങ് ക്യാൻ ഗോ പാരലൽ. അത് നമ്മളെപ്പോഴും ഗ്രോ ചെയ്യാൻ വേണ്ടി എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ പ്രേമിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് ലൈഫ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെയാണ് മിസ്റ്റേക്ക്. ടുഡേ ഐ ആം എ സിംഗിൾ മദർ. അപ്പോൾ ഹൗ യു ഓവർകം ദ സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ ഐ വാസ് ടോട്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. കൊച്ചിലെ ഉമ്മച്ചി പഠിപ്പിച്ചൊരു സാധനം ബി ഇൻഡിപെൻഡൻറ്റ്. യെസ്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും എന്നെ ഒരാൾ നോക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് ഒരാളെ നോക്കാൻ പറ്റുമെന്നാണ് ഞാനും ചിന്തിച്ചിരുന്നത്. ഐ വാസ് എ ഫീമെയിൽ ബട്ട് ഐ നെവർ തോട്ട് എനിക്ക് എന്നെ ഒരാൾക്ക് നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. എനിക്ക് ഒരാളെയും കൂടി നോക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഓൾവേസ്. അത് ആണായാലും പെണ്ണായാലും ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ക്യാൻ സപ്പോർട്ട് സംബഡി എൽസ്, സോ ദാറ്റ് ആ ഒരു സംബഡി എൽസ് നമ്മുടെ ലൈഫിൽ നിന്ന് പോയാലും വി ആർ നോട്ട് ലൂസിങ് സപ്പോർട്ട്, ദേ ആർ ലൂസിങ് അല്ലേ. നമ്മുടെ സപ്പോർട്ട് അവർക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് വരുന്നില്ല. വി ക്യാൻ മൂവ് ഫോർവേഡ്. സോ ആ ഒരു ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് എവറി ഹ്യൂമൻ ബീങ്സ്, മെയിൽ ആവട്ടെ ഫീമെയിൽ ആവട്ടെ, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ലിവ് ടുഗെദർ, നോട്ട് ടു ഡിപ്പെൻഡ്. ഇത് ഈ ഒരു ടുഗെദർനെസ്സിൽ നമുക്കൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ദാറ്റ് ഷുഡ് ബി കണക്റ്റഡ്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ഒരാൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. ജോബ് പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽസ് ഫിസിക്കലി വീക്കാണ്, ദേ നീഡ് പ്രൊട്ടക്ഷൻ. അതിപ്പോൾ സൃഷ്ടി കൊണ്ട് അങ്ങനെയാണ്, നമുക്കൊരു മെയിൽ പ്രൊട്ടക്ഷൻ ആ ഒരു ഫിസിക്കൽ നമുക്ക് വേണം. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ വി ആർ നോട്ട് സ്കിൽഡ്. ലേഡീസ്, ഫീമെയിൽസ് സ്കിൽഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ല എന്നില്ല. വി ഹാവ് മോർ സ്കിൽഡ് ഐ തിങ്ക്. മൾട്ടി ടാസ്കിങ് ആണ് ലേഡീസ്. ഈ മോർ സ്കിൽഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊരു പസിലാണ്, മെൻ ആൻഡ് വിമൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെൻ ക്യാൻ ഫോർസീ ലോങ് ഇത് കാണാൻ പറ്റും, വിമൻ അന്നേരമുള്ള എല്ലാം കാണാം. അപ്പം നമ്മൾ അങ്ങനെ അങ്ങ് കണ്ടുപോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടിച്ചതിൽ താഴെ വീഴും. അപ്പൊ പെണ്ണുങ്ങളാ പറയുന്നത്, എന്നോട് ആശം പറയുന്നത് കേട്ടോ, അതാണ് അത് നമുക്ക് മാച്ചായ ഒരാളെ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇറ്റ് ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റിംഗ് ആണോ എന്ന് ഉറപ്പുവരുത്താം. സോ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, കല്യാണം കഴിച്ചു, ഇനി നിങ്ങളുടെ മാരീഡ് ലൈഫ്. കല്യാണം കഴിച്ചു, 2 കുട്ടികളുടെ അമ്മയാണ്, ഒരു മോനും ഒരു മോളും. സോ ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നു. അതുവരെയുള്ള നിങ്ങളുടെ ആ ലൈഫ് ഒന്ന് പറയാമോ? ഫസ്റ്റ് ഐ വാസ് ഒരു ഹാപ്പി വൈഫ്, ഹാപ്പി ഡോട്ടർ ഇൻ ലോ. ഹസ്ബൻഡിന്റെ വീട്ടിലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു. കൂടുതൽ എടുത്തു പറയണമെങ്കിൽ മൈ ഫാദർ ഇൻ ലോ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ കെയറും, എനിക്ക് അവിടെ ചെന്നിട്ട് കംഫർട്ട് ഫീൽ ചെയ്തിരുന്നത് എൻ്റെ ഫാദർ ഇൻ ലോയിലൂടെയാണ്. ഇറ്റ്സ് ട്രൂ. നമ്മൾ ഒരു മാരീഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ഹാവ് ഇഷ്യൂസ്, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നു, അതിന് നമ്മളെ എന്താണ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ സപ്പോർട്ട് അല്ലേ. പക്ഷേ ഫാദറിലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയങ്ങളിൽ. ഫാദർ ഇൻ ലോ ലൈക്ക് ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഹി വാസ് എ പേഴ്സൺ ടോക്കിംഗ് ഫോർ മീ. സീ ദേ മോളോട് കളിച്ചു കഴിഞ്ഞാൽ യു ആർ ഔട്ട് ഓഫ് ദ ഹൗസ്. ഹി യൂസ് ടു ടെൽ ദാറ്റ്, നിന്നെ ഞാൻ വീട്ടിൽ കയറ്റില്ല. ആൻഡ് ഹി യൂസ് ടു പാറ്റ് മീ, ഓട്ട മോളെ സാരില്ല. ആ ഒരൊറ്റ വാക്കിൽ ഐ ആം കൂൾ. എനിക്ക് പിന്നെ ഈ പറഞ്ഞ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല. ഐ ആം ഹാപ്പി. എൻ്റെ ചിരി തിരിച്ചു വന്നു. ആൻഡ് ഹി യൂസ് ടു ഡു ദാറ്റ് റെഗുലർലി. എല്ലാ ഫാദർ ലോസും ഈവൻ മദർ ലോസും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പെൺകുട്ടി അവരുടെ സ്വന്തം നാടും വീടും അപ്പനെ അമ്മ എല്ലാം വിട്ട് ഭർത്താവിൻ്റെ വീട്ടിലോട്ട്, നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിരിക്കുക അല്ലേ. ആ സമയത്ത് മരുമോളായിട്ടല്ല ശരിക്കും കാണേണ്ടത്, നിങ്ങളുടെ സ്വന്തം മോൾ എങ്ങനെയാണോ അങ്ങനെ കാണണം. ചൈനീസ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. അമ്മായപ്പന്മാരൊക്കെ ഒന്ന് ഇച്ചൂടെ ഒന്ന് എക്സ്പ്രസ് ചെയ്താൽ കൊള്ളാം അവരുടെ മരുമക്കളോടൊക്കെ. സോ അങ്ങനെ ഫാദറിനോട് ഭയങ്കര സപ്പോർട്ടിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലൈഫിൽ പേഴ്സണലി വാട്ട് ഹാപ്പൻഡ് എന്നിപ്പോൾ ജോബ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പുള്ളിയുടെ ലോസാണ്. 2013 ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്തായിരുന്നു.
ആൻഡ് ആ ഒരു ഫാമിലീനെ തന്നെ ചേർത്ത് പിടിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹത്തോടെയും എല്ലാം കൺട്രോൾ ചെയ്തും ആ ഒരു ഫാമിലീനെ മൊത്തത്തിൽ ഇപ്പം ഞാൻ കയറി വന്ന എന്നെ പോലും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് സന്തോഷിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് ലാളിച്ച് പുന്നാരിച്ചാണ് കൊണ്ടുനടന്നിരുന്നത്. അപ്പോൾ സഡൻലി എല്ലാവർക്കും അതൊരു ഭയങ്കര, ഈവൻ എനിക്കും അതൊരു ഭയങ്കര ട്രോമയായിരുന്നു, ഭയങ്കര മെൻ്റൽ ട്രോമയായിരുന്നു. വി ക്യാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, സിസ്റ്റർ ഇൻ ലോ, മദർ ഇൻ ലോ അവരെല്ലാവരും എത്രത്തോളം ട്രോമയിൽ കൂടി ആയിരിക്കും കടന്നു പോയേക്കണേന്ന് നമുക്ക് നിങ്ങളുടെ ആ വീടിന്റെ ഹാർമണി അങ്ങ് പോയി പെട്ടെന്ന്. ആൻഡ് യെസ്, വി ഷുഡ് ഓവർകം. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ട്രോമ ഓവർകം ചെയ്ത് വി വർ ലിവിങ്. സോ എല്ലാ ഹസ്ബൻഡും വൈഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യുക, ടാക്കിൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരാൾ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് സംസാരിക്കാനുള്ള ആളായിരുന്നു ഫാദറിലോ. അദ്ദേഹം ഇല്ലാതാകുകയാണ്. ഇല്ലാതായി. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് പ്രശ്നം മീൻസ് കാര്യങ്ങളെല്ലാം മാറാൻ തുടങ്ങി. എല്ലാം എപ്പോഴും ഒരുപോലെ ഉണ്ടാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്കെപ്പോഴും ഉണ്ടാവേണ്ട ഒരു ബോധം അതാണ്. വാട്ട് എവർ റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആവട്ടെ, നമ്മുടെ പാരൻസ് ആവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവട്ടെ, ഇന്ന് നമ്മുടെ കൂടെ നമ്മൾ ഹാപ്പിയാണ് ഫോർ ദം. മനുഷ്യന്മാർ എപ്പോൾ വേണമെങ്കിലും മാറും. Everybody are temporary. Yeah. Nothing is permanent in your life other than you yourself. Yeah. തലേദിവസം നമ്മളെപ്പോഴോ സംസാരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട് 3 വഴിയിൽ കൂടിയാണ് നമ്മുടെ ആൾക്കാർ വിട്ടുപോകുന്നത് അല്ലേ? എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, മീൻസ് നമ്മുടെ ലൈഫിൽ ഓരോ സമയത്തും ഓരോ ആൾക്കാർ, പല ആളുകൾ നമ്മുടെ ലൈഫിൽ നമ്മളെ ചേർന്ന് നിൽക്കുന്നവരെ നമുക്കറിയാം. ഇത് ഒരു കർമ്മബന്ധമാണ്. നമുക്ക് ജന്മം കൊണ്ട് നമുക്ക് മറ്റ് മനുഷ്യരോട് കർമ്മബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഒരുമിച്ച് വരും. ഈ കർമ്മബന്ധം അവസാനിക്കേണ്ട ഒന്നാണ്, അവസാനിക്കും. അതിപ്പോൾ മക്കളോടാവട്ടെ, പാരൻസിനോടാവട്ടെ, സിബ്ലിങ്സിനോടാവട്ടെ, ഫ്രണ്ട്സിനോടാവട്ടെ, നമ്മുടെ ലൈഫ് പാർട്ട്ണറോടാവട്ടെ, അത് എന്നെങ്കിലും ഒരു ദിവസം അവസാനിക്കേണ്ട ഒന്നാണ്. നമ്മൾ എപ്പോഴും ആ ഒരു റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇത് ഒന്നും നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവില്ല. ഇപ്പോൾ മക്കളെ വളർത്തുന്ന പാരൻസ് ആണെങ്കിലും ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് തകർന്നു പോകുന്ന പാരൻസ് ഉണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ നാളെ വഴക്കിട്ടായിരിക്കാം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം മാറി അവർ വേറെ എവിടെയെങ്കിലും പോകാം, അല്ലെങ്കിൽ മരണമായിരിക്കാം. ഈ 3 വഴിയിൽ ഏതെങ്കിലും ഒന്നിൽ കൂടെ സംതിങ് വിൽ ഹാപ്പൻ ടുമോറോ. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ആരും ഇല്ല. നമ്മുടെ കൂടെ ഉള്ള ഒരാളെന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. അതെ. അപ്പോൾ ആ ഒരു ലോസിൻ്റെ സമയത്ത് വി ഷുഡ് ബി ഏബിൾ ടു മൂവ് അഹെഡ്. നമുക്കിപ്പോൾ ഒരാൾ ലോസായി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ മരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ട്രോമയിൽ പോയി നമ്മൾ ജീവിക്കാതിരിക്കാൻ പറ്റില്ല. സതി സിസ്റ്റം ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. അതെ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് ജീവിക്കാൻ നമ്മൾ ആ ലോസിന് മുമ്പേ നമ്മൾ റെഡി ആയിരിക്കും. അതിനും ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ഡോണ്ട് ബി ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. അതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായത് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുക. നമ്മളെ സ്നേഹിച്ചിട്ട് മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുക. ഞാൻ എല്ലാ ദിവസവും വായിക്കുന്ന 2-3 ബുക്കുകൾ ഏറ്റവും പ്രധാന ബുക്കാണ് ബൈബിൾ. ബൈബിളിലൊരു വാക്യമുണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിപ്പീൻ. നിന്നെപ്പോലെ തന്നെ സ്നേഹിപ്പീൻ എന്നുള്ളത് എല്ലാവരും പറഞ്ഞിരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് 2 ആക്ഷൻ. ആദ്യത്തെ ആക്ഷൻ ഞാൻ എന്നെ ആദ്യം സ്നേഹിക്കുക, അതുപോലെ നീ കൂട്ടുകാരനെ സ്നേഹിക്കുക. അന്നത്തെ ഫസ്റ്റ് ആക്ഷൻ ഐ ഷുഡ് ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കാന്നുള്ളത് പലരും മറന്നു പോകുന്നതും പലർക്കും അറിയാൻ മേലാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെ നോക്കാനോ നമ്മളെ കാണാനോ സമയമില്ല. ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ ഫസ്റ്റ് ചെയ്യുക, പല്ലേക്കിടേന് മുമ്പ് ഞാൻ ചെയ്യുക കണ്ണാടിയിൽ എന്നെ നോക്കി ചിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. ഐ ലവ് മൈസെൽഫ്, ഐ എം ഹാപ്പി ഫോർ മൈസെൽഫ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യാൻ. ആരെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടോ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ സ്മൈൽ ടു യുവർസെൽഫ്. You are smiling at others. Why can't you smile at yourself? അപ്പോൾ ദാറ്റ് ഗിവ്സ് ആ ഒരു ദിവസം പോകാനുള്ള ഒരു ഡ്രൈവ്, നമുക്ക് എനർജി ഡ്രൈവ് അതിൽ നിന്ന് കിട്ടും. സോ അത് കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ടായി. യു ആർ എ മദർ ഓൾസോ. സോ ഐ എം ആസ്കിങ്, ഞാനും 2 കുട്ടികളുടെ അപ്പനാണ്. ഈ 2 കുട്ടികളെ പ്രഗ്നൻസി, പോസ്റ്റ് പ്രഗ്നൻസി, ഫീഡിങ് ടൈം, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വല്ലതും ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? ജോബേ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോയിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമാസിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്.
ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത്ര സ്ട്രോങ് ആണ്. മേ ബി. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു സംസാരമുണ്ട്, തനീസ് ഒരു അയൺ ലേഡിയാണ്, സ്ട്രോങ് ആണ്. ഒരു ചോദ്യം ചോദിക്കുക, തനീസ് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ജോബ് അത് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഇൻസിഡൻറ്റ്, എൻ്റെ മോന് 5 years ഉള്ളപ്പോൾ അവന് വൈറൽ എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ആൻഡ് എന്താ സംഭവിച്ചാൽ അവൻ തളർന്നുപോയി. ഫുള്ളി ആക്റ്റീവായിട്ട് വളരെ നോർമലായിട്ടും ആക്റ്റീവായിട്ടിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആവുകയാണ്, ബെഡ് റിഡൻ. അവന് ആകെ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഹി വാസ് കരയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ ശരീരഭാഗങ്ങൾ അനക്കാനോ സംസാരിക്കാനോ ചവയ്ക്കാനോ ഒന്നിനും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം അഗെയിൻ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഐ ഡോണ്ട് നോ, ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ ലൈഫിലെ ട്രോമാസ് ഹൗ ഐ ഓവർകംഡ് എന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതമാണ് തോന്നാറ്. അപ്പോൾ അന്ന് അവനാദ്യമായിട്ട് ഒരു പനിയാണ് ഉണ്ടായി. പിന്നെ ഗ്രാജുവലി അവൻ്റെ സിംറ്റംസ് ഇങ്ങനെ എന്താ പറയുക ഓവർ മേ ബി ഒരു 5 days ടൈമിൽ പ്രോഗ്രസ് ചെയ്ത് വരികയായിരുന്നു. സോ ഐ വാസ് ഓൾസോ ഒബ്സർവിങ് ഹിം. അപ്പോൾ എനിക്കത് എന്തോ ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഐ ടുക്ക് ഹിം ടു മൈ കോളേജ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി ആൻഡ് ഡയഗ്നോസ്ഡ് ഇത് വൈറൽ എൻകെഫലൈറ്റിസ് ആണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ഡിസീസ്, ഇതായിരിക്കാം ഉണ്ടാവുക, എവറിത്തിങ് ഐ നോ. സി, അപ്പോൾ വാട്ട് ഐ വാസ് ഡൂയിങ് ഇസ് ഞാൻ അവന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്യായിരുന്നു. മൈ മദർ വാസ് ഡൗൺ, ഷി വാസ് ഓൾസോ ദെയർ ടു സപ്പോർട്ട് മീ, ബട്ട് ഷി വാസ് കരയുകയാണ്. സ്വന്തം അമ്മ കരയുന്നില്ല. ഇല്ല, ഐ വാസ് എനിക്ക് കരയണതിനെ പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഐ വാസ് ബിസി ഡൂയിങ് തിങ്സ് ഫോർ ഹിം. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു. എൻ്റെ ആ ഒരു മെൻ്റൽ പവറാണോ എന്നറിയില്ല. 40ാമത്തെ ദിവസം ഹി ടോക്ഡ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ്. അങ്ങനെ അവന് 5 വയസ്സിലാണ് അത് സംഭവിച്ചത്. ഇന്ന് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഹി വാസ് ഇമ്പ്രൂവിങ്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു, നോർമലായി. അത് കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു 6.5-7 years ആയപ്പോഴായിരിക്കണം, അല്ലെങ്കിൽ ഒരു 6th year റണ്ണിങ്ങിലാണ് അവൻ സൈക്കിൾ ബാലൻസ് അറ്റൈൻ ചെയ്തു. ഐ വാസ് സോ ഹാപ്പി ടു സീ ദാറ്റ്. അവൻ അത്രയും ബാലൻസിൽ അവന് മീൻസ് നടക്കാൻ പറ്റാണ്ടായി പോയി ഒരു കുഞ്ഞ് തിരിച്ച് അത്രയും നോർമലായിട്ട് സൈക്കിൾ ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇവൻ ഭയങ്കര ആക്റ്റീവാണ്, ഇന്നും ഭയങ്കര ആക്റ്റീവാണ്, സൈക്കിളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജോബങ്കിൾ എൻ്റെ എയിം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ സൈക്കിളിലെ ഇന്ത്യയിലെ 29 സ്റ്റേറ്റ് ഉമ്മച്ചി എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ എനിക്ക് സൈക്കിൾ മുഴുവൻ ഇന്ത്യ മുഴുവൻ സൈക്കിളിൽ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ. അപ്പം ഞാൻ ചോദിച്ചു, ഗ്രാൻഡ് മദറിന് സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല, ഞാൻ പഠിപ്പിച്ചെന്ന്. ഗ്രാൻഡ് മദറിൻ്റെ 62 years ആയപ്പോഴത്തേക്കിന് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു. He was so dedicated to do that. അവൻ്റെ ആ ഒരു ഇൻറ്റൻസ് ഡിസയർ ആണ്. ഐ ആം ഷുവർ ടുമോറോ ഹി ഈസ് ഗോയിങ് ടു അച്ചീവ് ഇറ്റ്. അപ്പോൾ ഭയങ്കര സൈക്കിളെ ഔട്ടി, ഫുൾ ഇത്ര കിലോമീറ്റർ സൈക്കിളെ ഔട്ടുക, സൈക്ലിങ്ങിൽ ഭയങ്കര ക്രേസാണ് ആൾക്ക്. അപ്പോൾ മീൻ വൈൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസായിരുന്നു. രജിഷ വിജയും നമ്മുടെ മണിയമ്പിള്ള രാജയുടെ മോനും അഭിനയിച്ചൊരു സിനിമ, നല്ല സിനിമയായിരുന്നു. അപ്പോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ആയല്ലോ, ഇവനായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ മക്കളെ കൂട്ടി തിയേറ്ററിൽ ആ സിനിമ കാണാൻ പോയി. അപ്പോൾ അതിൽ വാട്ട്സ് ഹാപ്പനിങ് ഈസ് രജിഷ സൈക്ലിസ്റ്റാണ്, അവൾ ഭയങ്കര സൈക്കിൾ എന്തോസിയാസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സൈക്ലിംഗ് കോമ്പറ്റീഷന് പോകുമ്പോൾ ഇവൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഇവൾ പാരലൈസ്ഡ് ആയി പോകും. ഐ നെവർ ന്യൂ ദിസ് സ്റ്റോറി ആൻഡ് ഓൾ. ഞാൻ സിനിമ കാണുമ്പോഴാണ് അത് റിയലൈസ് ചെയ്യണത്. അപ്പോൾ പാരലൈസ്ഡ് ആയിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവളുടെ ബോയ് ഫ്രണ്ടാണ്. അങ്ങനെ അവൾ ആ ഒരു സ്റ്റേജിൽ ഇവൾക്ക് ഐസ് ബ്ലിങ്കിങ് മാത്രമേ ഉള്ളൂ ആൻഡ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ബ്ലിങ്കിങ്. അപ്പോൾ ഇവൻ കോഡ് ലാംഗ്വേജ് ഉണ്ടാക്കുകയാണ്, വേണമെങ്കിൽ ഒരു ബ്ലിങ്ക് ചെയ്യുക, വേണ്ട എങ്കിൽ 2 ബ്ലിങ്ക് ചെയ്യുക. ഇത് ഞാൻ ആ തിയേറ്ററിലിരുന്ന് സ്ക്രീനിൽ കാണുമ്പോൾ ഐ വാസ് സീയിങ് മൈസെൽഫ്. ഞാൻ അന്ന് എൻ്റെ മോനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അങ്ങനെയാണ്, ഐ ബ്ലിങ്കിങ് കൂടെ. അവന് ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് അവന് മതിയെങ്കിൽ നീ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഹി യൂസ് ടു ഡു ദാറ്റ്. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു, ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട്, ഉമ്മച്ചിയുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് നീ എന്തിനെ ഇത്ര കരയണേ, അത്രയും ഒരു ഇമോഷണൽ സീനായിട്ട് അവർക്കൊന്നും അത് കണക്റ്റ് ആയിട്ടില്ല. പക്ഷേ എനിക്കത് ആ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്തപ്പോൾ
ഞാൻ നന്നായിട്ട് കരഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഇത്രയും നാൾ ഒതുക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അങ്ങ് തോർന്ന പോലെയാണോ തോന്നിയത്? അതെ. തനീസ് ഇപ്പം തനീസ് ഒരു സിംഗിൾ മാത്രമാണ്, 2 മക്കൾ. നിങ്ങൾ 3 പേരും കൂടെ പോകുന്ന കാണുമ്പോൾ ഞാനും ആശ്മയും പറയും 3 കൂട്ടുകാർ നടന്നു പോകുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ മദർഹുഡ് നൗ? ബീങ് എ മദർ, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ മിസ്സായി പോയ കാര്യങ്ങൾ അവർക്ക് ഡെലിവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എൻ്റെ ടച്ച് കിട്ടുന്നുണ്ട്. എവറി ഡേ ഐ ഹഗ് ദം, ഐ കിസ് ദം, ഐ ഹോൾഡ് ദം. അപ്പോൾ ഐ ഹോപ്പ് ദേ ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് യു ആർ ദെയർ. ആ ഒരു എന്ത് എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ഓപ്പൺ സ്പേസ് ഞങ്ങൾ തമ്മിലുണ്ട്. ആൻഡ് ഒന്നും ഞാൻ അവരുടെ മുമ്പിൽ ഹൈഡ് ചെയ്യാറില്ല. ഈവൻ മൈ ഇമോഷൻസ്, മൈ ഫീലിങ്സ്, മൈ റിക്വയർമെൻറ്റ്സ്, വാട്ട് ആം ഐ ഡൂയിങ് കറൻ്റ്ലി ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ട് അവരിൽ നിന്നൊന്നും ഹൈഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എന്നെ കണ്ടവർ പഠിക്കണം. ഹൗ ഉമ്മി ഈസ് ഹാൻഡ്ലിങ് ഹർ ഇമോഷൻസ്, ഹൗ ഉമ്മി ഈസ് ഡൂയിങ് ഹർ തിങ്സ്. അത് അവർ കണ്ട് പഠിക്കുക വേണ്ട. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇപ്പോൾ അവർക്ക് ആ ഇമോഷൻസ് ഉണ്ടാവില്ല. ടുമോറോ ദേ ആർ ഓൾസോ ഗോയിങ് ടു ഗോ ത്രൂ. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ പാരൻസ് എൻ്റെ റോൾ മോഡൽസാണ്. And I also want to be role models for them. Yes. So how I achieve things, ഞാൻ എവിടെയൊക്കെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഞാൻ അവരിലേക്ക് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഐ എം ഷുവർ ടുമോറോ അവരും ആ ഒരു ഇതിലേക്ക് വരും എന്നുള്ള. പല പേരൻസിലേ നമ്മൾ കാണുന്നത് പല കാര്യങ്ങളും മക്കളിൽ നിന്ന് മറച്ചു വെക്കുന്നു, ഹൈഡ് ചെയ്യുന്നു. ഈവൻ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ പോലും. അത് പറയുമ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു ഞങ്ങൾ ഫ്ലാറ്റിൽ അടുത്തടുത്ത് താമസിച്ചിരുന്ന 2 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഇതുപോലെ ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു മോൻ ആണ്. അപ്പോൾ 2 ആണുങ്ങളും ഒരു പെണ്ണും മാത്രം താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റ്. അപ്പോൾ ഷീ വാസ് വെരി മച്ച് കണക്റ്റഡ് ടു മീ. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഫ്ലാറ്റിൻ്റെ ഗ്രൂപ്പിൽ ഒരു ദിവസം മെസ്സേജ് വരികയാണ്, യൂസ്ഡ് പാഡ്സ്, സാനിറ്ററി പാഡ്സ് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് എറിഞ്ഞ പോലെ അവിടെ കുറേ പാഡ്സ് ഇങ്ങനെ കിടക്കുന്നു. സോ ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടരുത്, കെയർലെസ് ആയിട്ട് അങ്ങനെ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ്. അപ്പോൾ ഓക്കെ, ദാറ്റ് ഹാപ്പൻഡ്. ആഫ്റ്റർ സം ഡേയ്സ് ദിസ് ഈസ് റിപ്പീറ്റിംഗ്. അപ്പോൾ മെസ്സേജ് ഗ്രൂപ്പിൽ വീണ്ടും മെസ്സേജ് വരികയാണ്, ഇത് കണ്ടിട്ടൊരു യൂസ്ഡ് പാഡ് പോലെ തോന്നുന്നില്ല, കിഡ്സ് ആരോ എടുത്ത് മിസ്യൂസ് ചെയ്തിട്ട് ഇടുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. ഐ ലെഫ്റ്റ് ഇറ്റ്, ഐ ചെക്ക്ഡ്. മീൻസ് ഞാൻ ഒന്നും അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാറില്ല. ഈവൻ എനിക്ക് എൻ്റെ വീട്ടിൽ മീൻസ് ഞാൻ ഒരു മോനെ വളർത്തുന്നുണ്ട്. ആൻഡ് അവനൊരു മെയിൽ സപ്പോർട്ട് വീട്ടിലില്ല. മീൻസ് പിന്നെ എനിക്കുള്ളതൊരു മോളാണ്. അവന് ക്യൂരിയോസിറ്റി ഉണ്ടാവരുത്. മീൻസ് പല കാര്യങ്ങളും അവനാണെങ്കിലും മോൾക്കാണെങ്കിലും ക്യൂരിയോസിറ്റി വരുത്തുന്ന രീതിയിലല്ല. അപ്പോൾ ഒരു ഫീമെയിൽ ബോഡീനെ പറ്റി അവന് ക്യൂരിയോസിറ്റി ഉണ്ടാവാം അല്ലേ, വാട്ട്സ് ഹാപ്പനിങ്. സോ ഇത് ഇങ്ങനെ ഡിസ്കഷൻ വന്നു. വൺ ഡേ ദിസ് ലേഡി, എൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിലത്തെ ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, തജ്നി, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ആ ഫ്ലാറ്റിലെ പാഡിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് എൻ്റെ മോനാണ് ചെയ്തത്. ഞാനത് ഞാൻ കണ്ടുപിടിച്ചു, പക്ഷേ അത് അവനിൽ നിന്ന് ഞാനത് അവൻ്റെ കയ്യിലെത്തുന്ന രീതിയിലല്ല വച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എൻ്റെ അമ്മേനെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇതൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് പറയണത്, അത് നീ വീണ്ടും അവന് കിട്ടാവുന്ന സ്ഥലത്തിരുന്നിട്ടാണ്, അത് അവിടെ നിന്ന് സ്ഥലം മാറ്റി വെക്കൂ എന്നുള്ളതാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ടും അതിന് റിസൾട്ടില്ല. അഗെയിൻ സെയിം തിങ് ഈസ് ഹാപ്പനിങ്. വാട്ട് വിൽ ഐ ഡു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു ആർ ഡൂയിങ്. യു ആർ ഹൈഡിങ് ആൻഡ് ഹീ ഈസ് ക്യൂരിയസ് അബൌട്ട് ദാറ്റ്. എന്താണ് അമ്മ ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്നുള്ള ക്യൂരിയോസിറ്റിയിലാണ് മോനത് ചെയ്യുന്നത്. ഐ അഡ്വൈസ്ഡ് ഹർ വാട്ട് ഐ ആം ഡൂയിങ്. എനിക്ക് പീരിയഡ്സ് ആവുന്നതും പാഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതും എൻ്റെ മോൻ ഹീ മേ ബി 8 to 9 year old. ആ ഒരു പ്രായത്തിലെ ഞാൻ അവനത് എന്നിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടും കാണിച്ചും കൊടുത്തിട്ടുണ്ട്. സി ദിസ് ഇസ് ദ തിങ് എന്നുള്ളത്. അപ്പോൾ ഹീ നോസ്. ചിലപ്പോൾ ഇപ്പോൾ നൗ ഹീ ഈസ് ഇൻ 9th. എൻ്റെ ഡേറ്റ് അവനാണ് ഓർത്ത് വയ്ക്കുന്നത്. സി ഇഫ് ഐ എം ട്രാവലിംഗ്
ഞാൻ ചിലപ്പോൾ പാഡ് എടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഉമ്മി യുവർ ഡേറ്റ് ഇസ് ദിസ്, യു ഹാവ് ടു ടേക്ക് പാഡ് വൈൽ ട്രാവലിംഗ്. ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ. ഐ ഫീൽ സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ ഇത് താങ്ക് യു. സി വെൻ ഹി ടോക്ഡ് ലൈക്ക് ദാറ്റ് ഐ ഓൾസോ ഫെൽറ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ കുഡ് ഡു ഇറ്റ് എന്നുള്ളത്. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ അഡ്വൈസ്ഡ് ഹർ. അങ്ങനെ ഷീ ചേഞ്ച്ഡ്. അത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതിൽ നിന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ആൻഡ് it was closed. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. and she was so happy for that. See, അങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിൽ she was happy. ഡോക്ടർ തജ്നീസ് മെഡി ഹെയർ, കൊച്ചിയിൽ കാക്കനാട് പ്രവർത്തിക്കുന്ന ബ്യൂട്ടിഫുൾ ക്ലിനിക്, അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഡോക്ടർ തജ്നീസ് മെഡി ഹെയറിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് പറയണം. ഞാൻ വളർന്നു വന്നത് മെഡിസിൻസ് യൂസ് ചെയ്യാതെയാണ്. എൻ്റെ പാരൻസ് എനിക്ക് മെഡിസിൻസ് തന്നിട്ടില്ല. അവരൊരു നാച്ചുറോപ്പതി ലൈനിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഐ ജോയിൻഡ് ഫോർ MBBS ആൻഡ് വെൻ ഐ സ്റ്റഡീഡ് മോർ അഗെയിൻ ഐ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ, നോട്ട് പ്രിസ്ക്രൈബിങ് മെഡിസിൻസ്. ബിക്കോസ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഡോക്ടറാണ് എനിക്ക് അങ്ങനെയായിരുന്നു ആവേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു തോട്ട്, ഞാൻ മറ്റ് ഡോക്ടേഴ്സിനെ പോലെയല്ല, ഞാൻ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാതെ ഹീൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ പേഴ്സണലി നോ എനിക്ക് മെഡിസിൻസ് ആവശ്യം വന്നിട്ടില്ല. സോ എവിടെയാണ് മെഡിസിൻസ് വേണ്ടതെന്ന് ഐ ഹാവ് ദ നോളജ്. സോ ആ നോളജ് യൂസ് ചെയ്ത് ഐ എം ഗോയിങ് ടു ട്രീറ്റ് മൈ പേഷ്യൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചിറങ്ങി വരുന്നത്. ആൻഡ് ഐ ഹാവ് ദാറ്റ് സ്ട്രോങ് തോട്ട്. ഇത്രയും നാളിനിടയ്ക്ക് എന്തുമാത്രം മെഡിസിൻ യൂസ് ചെയ്ത് കാണും? ഞാൻ നൗ ഐ എം 42 years. വിരലിലെണ്ണാവുന്ന സിറ്റുവേഷൻസിൽ മാത്രമാണ് മേ ബി ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് ഞാൻ കഴിച്ചത് ആലോചിച്ചാൽ ലെസ് ദാൻ 20. എൻ്റെ ഒരു ഡെലിവറിയുടെ സമയത്ത് അങ്ങനെ ഒരു അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസിൽ വലിയൊരു ഇൻഫർമേഷൻ ആണ്. മെഡിസിൻ കഴിക്കാതെ മനുഷ്യൻ ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ ബോഡിക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ സിംറ്റംസ് ഇസ് അവർ ലാംഗ്വേജ്. നമ്മുടെ ബോഡി നമ്മളോട് സംസാരിക്കുന്നതാണ്. നമ്മളാരും അത് പഠിച്ചിട്ടില്ല, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമുക്കൊരു പനി വരുമ്പോൾ വി ആർ ടയേർഡ്. അത് വാട്ട് ഇസ് ബോഡി ടെല്ലിങ് യു? ടേക്ക് റെസ്റ്റ് അല്ലേ? നമ്മുടെ വായിൽ കയ്പ്പ് വരാറുണ്ട്. വാട്ട് ഇസ് ദ ബോഡി ടെല്ലിങ് യു? ഫാസ്റ്റ്, ഡോണ്ട് ടേക്ക് ഫുഡ്. പക്ഷെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം. മരുന്ന് കഴിച്ച് ക്ഷീണം മാറ്റണം. മരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. സോ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സർവീസ് ആവശ്യപ്പെട്ടൊരു സർവീസ് അലാറം അടിച്ചപ്പോൾ നമ്മളതിനെ ഓഫ് ചെയ്തിട്ടിട്ട് വി ആർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വണ്ടിയൊക്കെ സർവീസിന് കയറ്റുന്ന പോലെ വണ്ടി ഒരു സർവീസ് ചെയ്യേണ്ട സമയത്ത് സർവീസ് ചെയ്യാത്തൊരു വണ്ടി എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? അതേപോലെയാണ് ഓൺ മെഡിസിൻസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് വൈറൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ജോയിൻറ്റ് പെയിൻ, ടയർഡ്നെസ്, സ്വെല്ലിങ്, നിരന്തരം തലവേദന, അങ്ങനെ ഒരുപാട് പേര് പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു പനി വന്നിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ എനിക്കൊരു പോസ്റ്റ് വൈറൽ സിൻഡ്രോംസ് ഉണ്ടായിട്ടില്ല. ഈവൺ ആഫ്റ്റർ മൈ കോവിഡ് എനിക്കൊരു പോസ്റ്റ് വൈറൽ സിൻഡ്രോം, ഞാൻ ഇന്ന് വരെ എൻ്റെ സിംറ്റംസിനെ സപ്രസ് ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ ബോഡി ലാംഗ്വേജിനെ ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഐ ഗേവ് റെസ്റ്റ്. അപ്പോൾ ആ ഒരു സർവീസ് അവിടെ നടന്നു. അപ്പോൾ സർവീസ് നടന്ന വണ്ടിക്ക് വീണ്ടും ഡബിൾ എനർജിയാണ്. ഞാൻ പനി വന്നതിനേലും മുമ്പ് ഉണ്ടാവുന്നതിനും കൂടുതൽ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ എൻ്റെ പനി മാറി എഴുന്നേറ്റിട്ടുള്ളത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ പവർഫുൾ ആയി. നമ്മൾ ഓരോരുത്തരും ജന്മം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ഡോക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ ഇമ്മ്യൂണിറ്റി ഈസ് അവർ ആക്ച്വൽ ഡോക്ടർ. ഇന്ന് ഡോക്ടർ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും അതിനെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യാൻ എങ്ങനെ അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഡോക്ടറുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഡോക്ടറുണ്ട്, പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ശരീരത്തിൽ ഇപ്പം ഡോക്ടർ ഔട്ട്സൈഡ് നമ്മുടെ ശരീരം പുറത്തുനിന്നല്ലേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് എവറിത്തിങ് ഹാവ് എ ലിമിറ്റേഷൻ. ഇതിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കാണ്. സോ ഇമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ എൻ്റെ പ്രാക്ടീസിലേക്ക് വന്നപ്പോൾ മൈ പേഷ്യൻസ് വാസ് നോട്ട് അലൗവിങ് മീ ടു ഡു ദാറ്റ്. ഒന്ന് പൊയ്ക്കേ ഡോക്ടറെ, റെസ്റ്റ് എടുക്കാനാ? ഡോക്ടർ മര്യാദയ്ക്ക് ആ മരുന്ന് അങ്ങോട്ട് എഴുതിക്കേ. ആൻറ്റിബയോട്ടിക് എടുക്കാതെ എൻ്റെ മാറൂല ഡോക്ടറെ, ഞാൻ നാളെ പിന്നെ വരണം.
സോ ആ പോയിന്റിൽ ഞാൻ റിയലൈസ് ചെയ്തു ഇത് ഡോക്ടേഴ്സിന്റെ പ്രശ്നമല്ല, ഇത് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദിസ്. ഇത് ചെയ്യാതെ അവരവിടെ നിന്ന് എണീറ്റ് പോവില്ല, നമുക്ക് വീട്ടിൽ പോകണ്ടേ. സോ ഐ വാസ് ഓൾസോ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. ഐ വാസ് നോട്ട് ഹാപ്പി. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഹാപ്പി ആയിരുന്നില്ല. അപ്പോൾ ഐ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് വിച്ച് ഐ ആൻഡ് മൈ പേഷ്യൻറ്റ് രണ്ടുപേരും ഈക്വലി ഹാപ്പി ആവുന്ന സംതിങ് ഐ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിസർച്ച് നടത്തി. ഐ ഫൗണ്ട് ഔട്ട് ഈസ്തെറ്റിക്സ്. ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് എത്തിയപ്പോൾ ഐ വാസ് ഹാപ്പി. ഓക്കെ, ഇൻ ദിസ് ഐ ഹാവ് സംതിങ് ടു ഡു, ഐ ഹാവ് സംതിങ് ടു ഡെലിവർ, മേക്കിംഗ് ബോത്ത് ഓഫ് എസ് ഹാപ്പി എന്നുള്ളത് റിയലൈസ് ചെയ്തപ്പോൾ ഐ ഡിഡ് ഫെലോഷിപ്പ് ഇൻ ഈസ്തെറ്റിക്സ്. ആൻഡ് അതിലൊരു വിങ്ങാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഐ ഗോട്ട് ടു ഡു ഹെയർ ട്രാൻസ്പ്ലാന്റ് ട്രെയിനിങ് കിട്ടി എനിക്ക് പൂനെയിൽ നിന്ന്. ആൻഡ് ഐ വാസ് മോർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഇതിൽ തന്നെ ഇറ്റ് ഈസ് എ tedious പ്രൊസീജിയർ, ലെങ്തി പ്രൊസീജിയർ. ഇതെല്ലാമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മളിരുന്ന് ചെയ്യുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു പ്രൊസീജിയറാണ്. What I was attracted was natural treatment. This is something that I can do, what I can help somebody coming to me without medicines. So I was so happy. അങ്ങനെ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനായി. And I worked with 3-4 clinics over 5 to 6 years. And I was very happy. Like എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ച കാര്യം, എൻ്റെ മദർ സ്പെസിഫിക്കലി, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഞാൻ MBBS ജോയിൻ ചെയ്തിട്ട് സ്കൂളിൽ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്. സി, ഡോണ്ട് വർക്ക് ഫോർ മണി, you work for your skill. You concentrate on your work. Money will come to you. Like ഞാനത് വളരെയധികം മനസ്സിലേക്ക് എടുത്ത ഒരു അഡ്വൈസാണ്. ആൻഡ് അനദർ തിങ്, അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് ജോബ് വായിച്ചിട്ടുണ്ടോ? നെവർ ലവ് യുവർ കമ്പനി, ലവ് യുവർ വർക്ക്. See, the same company who recruited you will sack you. Yes. പക്ഷേ same job you can do in other company. Yeah. അപ്പോൾ നമ്മളെപ്പോഴും അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് ഐ വാസ് ഹാപ്പി വർക്കിംഗ്. ഞാനങ്ങനെ എൻ്റെ ഇൻകത്തിൽ ഞാൻ എപ്പോഴും പ്രസൻറ്റിൽ ഹാപ്പി ആയിരുന്നു. ഐ വാസ് ഹൈലി പെയ്ഡ് ആൻഡ് ഐ വാസ് ഹാപ്പി. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. മാസം ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നു. ബിസിനസ് ടേൺ ഓവറിനെ പറ്റി ചിന്തിക്കേണ്ട, സ്റ്റാഫ് മാനേജ്മെൻറ്റിനെ പറ്റി ആലോചിക്കേണ്ട. ആ ഒരു കംഫർട്ട് സോണും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് ഐ പ്രോഗ്രസ്ഡ് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, നമ്മുടെ ഒരു എത്തിക്സ് നമുക്ക് 100% ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു സെക്കൻഡ് പേഴ്സൻ്റെ ഒപ്പീനിയൻ. ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മുടെ ക്ലയൻറ്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടുക. പക്ഷെ അതൊരു കമ്പനിക്ക് കംഫർട്ടബിൾ ആയിക്കോളണം എന്നില്ല. അപ്പോൾ അത് എനിക്കൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് മോർ ഓവർ നമ്മൾ ഏൺ ചെയ്യുന്നത് അറ്റ് പ്രസൻറ്റ് എന്നെ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇഫ് ഐ റൺ എ ബിസിനസ് എനിക്ക് ഒരുപാട് ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു 2 റിയലൈസേഷൻ വന്നപ്പോൾ ഐ തോട്ട് ഓക്കെ, നൗ ഇറ്റ്സ് ദ ടൈം. അപ്പോൾ വാട്ട് ഐ റിമെമ്പർ ഇസ് വാട്ട് മൈ ഫാദർ ടോൾഡ്, ഡു ദ ബെസ്റ്റ് വാട്ട് യു ക്യാൻ, ദ ഡോർസ് വിൽ ഓപ്പൺ ടു യു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡോർ ഓപ്പൺ ആയപ്പോൾ ഐ ചൂസ്ഡ് വൈസ്ലി. Then I started with Dr. Tajnees Medi Hair. ഈ ഡോക്ടേഴ്സിനെ നോക്കുവാണെങ്കിലേ മജോറിറ്റി ഓഫ് ദ ഡോക്ടേഴ്സ് ആർ വർക്കിംഗ് ഫോർ സം കമ്പനി, ദേ ഗെറ്റിംഗ് ദ സാലറി. പക്ഷെ വളരെ ചുരുക്കം ഡോക്ടേഴ്സ് സാലറി കൊടുക്കുന്നവരുള്ളൂ. അതിനകത്ത് ഒരാളാണ് സാലറി മേടിക്കുക മാത്രമല്ല കൊടുക്കുന്നയാളാണ്. ഈ തനീസ് മെഡി ഹെയറിലെ ഞങ്ങളവിടെ 2 വർഷം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ഞാൻ നോട്ടീസ് അയക്കുന്നത് എന്തുമാത്രം സെലിബ്രിറ്റീസ് അവിടെ വരുന്നത്. ലോഡ് ഓഫ് സെലിബ്രിറ്റീസ് ആർ കമ്മിങ് ദെയർ. ഹൗ ഡു യു അട്രാക്ട് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ? നമ്പർ 1 തിങ്, ഈ ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിന് ഏറ്റവും കൂടുതൽ റിക്വയർമെൻ്റ് ഉള്ള ഒരു ഫീൽഡാണ്. സോ ദേ ആർ മോർ അവെയർ അബൌട്ട് ദ ബെസ്റ്റ് അവൈലബിൾ എന്നുള്ളത്. ഇപ്പോഴാണ് മീൻസ് നവ ഡേയ്സ് എല്ലാവരും സെലിബ്രിറ്റീസ് ആട്ടോ, അല്ലെ? നോട്ട് എവ്രിബഡി. ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഐ സേ എവ്രിബഡി ഈസ് സെലിബ്രിറ്റീസ്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫേമസ് ആയിട്ടുള്ളവരാണ്. സോ ദേ ഡെഫിനറ്റ്ലി വാക്ക് ഇൻ. അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, വെൻ ദേ ആർ ഹാപ്പി
ജോബ് പറ, ഹൗ യുവർ സർക്കിൾ സോ മെനി പീപ്പിൾ ആർ കമ്മിങ് അറൗണ്ട് മീ അല്ലേ? ഞാൻ കുറേ പേര് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഹൗ വൈ യു സെൻറ്റ്? എന്നാ ചോദിച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് അല്ല, ഞാൻ ഈ തനീസ എനിക്ക് ചെയ്യുന്ന PRP ഒന്നും ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഹാപ്പിയായി നമുക്കതിനൊരു റിസൾട്ട് കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമ്മളതൊരു സിൻസിയറായിട്ട് നമ്മുടെ സർക്കിളിലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാന്നുള്ളത് നാച്ചുറൽ ആണല്ലോ. ബിഗ് സ്ക്രീനിൽ കാണുന്ന പല വലിയ വലിയ സെലിബ്രിറ്റീസിന്റെയും തലയിൽ ഓരോ മുടിയിലും തനീസ് തൊട്ടിട്ടുണ്ട്. ഒരു പ്രിവിലേജ് ആണ് അല്ലേ? അതിനകത്ത് 1-2 കാര്യം എനിക്ക് ചോദിക്കാനുള്ള. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു ഹെൽത്തി ഹെയർ എടുത്ത് ബോൾഡ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നു, അല്ലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. PRP ട്രീറ്റ്മെന്റിനകത്ത് യു ആർ ടേക്കിംഗ് ദ ബ്ലഡ് എടുത്തിട്ട് ഒരു പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോയിട്ട് അതിനകത്തൊന്ന് പ്ലാസ്മ എടുത്തിട്ട് നമ്മൾ തലയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. അന്നേരം ഗ്രോത്ത് ഉണ്ടാകുന്നു, ഹെൽത്ത് എന്നാണ്, അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ? ഐ എക്സ്പീരിയൻസ് ദാറ്റ്. സോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരി, സെയിം ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. ഓക്കെ, ഇത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇഞ്ചെക്ട് ചെയ്താൽ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ദ ബ്ലഡ്. നമ്മൾ ആ ബ്ലഡ് ഇപ്പോൾ മേ ബി ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് 12 ml അല്ലെങ്കിൽ 15 ml അല്ലെങ്കിൽ 20 ml ബ്ലഡ് ഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ഒരു ഹീലിംഗ് മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു സാധനം. ഇറ്റ്സ് നോട്ട് ആക്റ്റീവ് ഇൻ അവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ നോർമലി പ്ലേറ്റ്ലെറ്റ് ആക്റ്റീവ് അല്ല. ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഉള്ളിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് റിലീസാവുക. ആൻഡ് ഇറ്റ് കമാൻഡ് ആക്ട്, അങ്ങനെയാണ് ആ മുറിവ് ഉണങ്ങുക. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്ലാസ്മേനെ, പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മേനെ എക്സ്ട്രാക്ട് ചെയ്ത് മീൻസ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ടാണ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് യുവർ ബ്ലഡ് ദാറ്റ് വി ആർ ഇഞ്ചെക്ടിങ്, ഇറ്റ്സ് ദ എക്സ്ട്രാക്റ്റഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ദാറ്റ് വി ആർ ഇഞ്ചെക്ടിങ്. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഔട്ട്സൈഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. വി ആർ ഡൂയിങ് ഇറ്റ് ഫ്രം യുവർ ഓൺ ബോഡി. അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട്. സി ഐ എം വെരി അൺഹെൽത്തി, എൻ്റെ ന്യൂട്രീഷണൽ ലെവൽ ഇപ്പോൾ ഗുഡ് അല്ല, അപ്പോൾ എൻ്റെ ബ്ലഡ് എടുത്ത് ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാവുക? ഇറ്റ്സ് നോട്ട് യുവർ ന്യൂട്രീഷണൽ ലെവൽ, ഇറ്റ്സ് യുവർ ഗ്രോത്ത് ഫാക്ടർ. അപ്പോൾ അത് എല്ലാവരുടെയും ബ്ലഡിൽ നോർമലി ഉണ്ടാവും. അത് കുറവുള്ളത് ഇറ്റ്സ് എ ഡിസീസ് കണ്ടീഷൻ. നമ്മുടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാതെ നിൽക്കുക, മീൻസ് നമ്മുടെ ഹീലിംഗ് ഇത് നോർമലായിരിക്കില്ല. അങ്ങനെ ഡിസീസ്ഡ് ആയിട്ടുള്ളവർക്കാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇല്ലാതിരിക്കുന്നത്. അതൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആയിട്ട് അതിന് റിലേഷൻ ഇല്ല. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ആക്ട്സ്. അപ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എക്സിസ്റ്റിംഗ് റൂട്ട്സിൽ ആക്ട് ചെയ്ത് എക്സിസ്റ്റിംഗ് റൂട്ട്സിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യണത്. നമ്മുടെ PRPയുടെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്, GFC എന്ന് പറഞ്ഞിട്ട്. GFCയുടെ ഫുൾ ഫോം ഇസ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അപ്പോൾ ഈ PRPനെ പറ്റി ഒരുവിധം എല്ലാവർക്കും അറിയാം. ഡസൻ ബ്രിങ് ന്യൂ ഗ്രോത്ത്. ഇപ്പോൾ നമ്മൾ PRP ചെയ്തത് കൊണ്ട് അവിടെ ഒരു പുതിയ മുടി ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വാട്ട് ദ ന്യൂ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അതിലൊരു ഗ്രോത്ത് എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് എല്ലാവരും ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മുടി വി ഗെറ്റ് ഹെയർ ഗ്രോത്ത് എന്നുള്ളതാണ്. പക്ഷെ അല്ല, അവിടെ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ഈ ഗ്രോത്ത് ഫാക്ടർ ആക്ടിവേഷൻ നമ്മൾ GFC ചെയ്യുമ്പോൾ ഒരു 80% ഗ്രോത്ത് ഫാക്ടർ ആക്ടിവേഷൻ ആണെങ്കിൽ നമ്മൾ GFC ചെയ്താൽ വി ഗെറ്റ് 100% ഗ്രോത്ത് ഫാക്ടർ ആക്ടിവേഷൻ. എന്ന് പറഞ്ഞാൽ PRP ചെയ്യുന്നത് കൊണ്ട് പുതിയ മുടി വരത്തില്ല. PRP ഒരിക്കലും PRP മുടി കൊഴിച്ചിലിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. മുടി കൊഴിച്ചിൽ തടയാനാണ് PRP അല്ലെങ്കിൽ GFC ഹെൽപ്പ് ചെയ്യുക, മുടി വളരാനല്ല. പുതിയ മുടി വളരണമെങ്കിൽ അവിടെ റൂട്ട്സ് ഉണ്ടാവണം. റൂട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്. അല്ല, റൂട്ടില്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ കംപ്ലീറ്റ് ബാൾഡായ ഒരാൾക്ക് പോയിട്ട് നമ്മൾ PRP ചെയ്താൽ ഹെയർ ഇസ് നോട്ട് ഗോയിങ് ടു ഗ്രോ. അപ്പോൾ പല ക്ലയൻസും വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്, പക്ഷേ ഇപ്പം PRP ചെയ്യണോ എന്നുള്ളത്. മുടി ഉള്ളപ്പോഴാണ് നമ്മൾ PRP ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടോ ബാൾഡ് ചെയ്തിട്ടല്ല, ബാൾഡായിട്ടല്ല നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ്. നമ്മൾ PRP കൊണ്ട് റീറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ഹെയർ അല്ല, നാച്ചുറൽ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി വൺസ് ലോസ്റ്റ് അത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. വി ക്യാൻ ബ്രിങ് ബാക്ക് നാച്ചുറൽ ഹെയർ, ബട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നാച്ചുറൽ ഡെൻസിറ്റി ഈസ് യുണീക്ക്. ഓരോരുത്തരുടെയും നാച്ചുറൽ ഡെൻസിറ്റി ഈസ് യുണീക്ക്. അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PRP ആണെങ്കിലും GFC ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ നവംബറിൽ നമ്മളൊരു തനീസിനൊരു അവാർഡ് കിട്ടിയ പരിപാടിയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മച്ചേച്ചി MLA അവാർഡ് കിട്ടിയത്. അന്ന് തനീസ് ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന വഴിയാണ്,
പാരീസിലോ അല്ലേ ലാസ്റ്റ് പോയ പാരീസ് അല്ലേ പാരീസിൽ. അപ്പം ഞാൻ അന്ന് തൈനീസിനോട് ചോദിച്ചു, തൈനീസ് ഇത് എത്രാമത്തെ രാജ്യത്താണ് പോകുന്നത് ചോദിച്ചപ്പോൾ അന്നോട് പറഞ്ഞത് എന്നെ സർപ്രൈസ് ചെയ്യത്തക്ക രീതിയിൽ ഉത്തരം പറഞ്ഞ് ജോബ ഞാൻ 28ാമത്തെ രാജ്യത്ത് പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? യു ആർ എൻ ഓണ്ടർപ്രണർ, ഒരു ഡോക്ടർ, 2 മക്കളുടെ അമ്മ, സിംഗിൾ മദർ, ആൻഡ് യു ആർ റണ്ണിങ് ദി ഷോ, ഇത്രയും സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് എങ്ങനെ സാധിക്കുന്നു? അത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടത് എൻ്റെ മാത്സിനെ പറ്റിയാണ്. ജോബ് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എനിക്ക് മാത്സിൽ എനിക്ക് ഭയങ്കര പാഷൻ. എനിക്കിപ്പോഴും മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്രോബ്ലം സോൾവിങ് ഇത്. അപ്പോൾ പലരുടെയും ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മാത്സിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയൊക്കെ പഠിച്ചു, ഇത് നിങ്ങളെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് നിങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചത്? ഇതല്ല ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതല്ല. മാത്സ് is a problem solving skill. ആ സൈൻ തീറ്റ പഠിച്ചത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അതൊരു ബ്രെയിൻ എക്സസൈസ് ആണ്. ഇന്നത്തെ നമ്മുടെ പല കാൽക്കുലേഷനും അല്ലേ? യെസ്, ഇന്നത്തെ എൻ്റെ ടൈം മാനേജ്മെന്റ് എൻ്റെ മാത്സ് ആണ്. എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എല്ലാവർക്കും 24 മണിക്കൂറാണ്. ബട്ട് ഹൗ വി മാനേജ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ അന്ന് MBBS ജോയിൻ ചെയ്ത് ആ ഒരു സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് വൺ ഫേസ് വാസ് സാഡ്. That was my maths teacher. എൻ്റെ ഷിബി മിസ്, എനിക്കിന്നും ഓർമ്മയുണ്ട്. ഷി വാസ് സാഡ് ഫോർ ദാറ്റ്. ഞാൻ അത്രയും മാത്സിന് എനിക്ക് 12th 92 മാർക്സാണ്. ഇന്നത്തെ പോലെ A1 അല്ല. CBSE ഭയങ്കര ടഫാണ് മാർക്ക് കിട്ടാൻ. ഐ സ്കോർഡ് 92. ഷി വാസ് സോ ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് മീ. ആൻഡ് സഡൻലി ഞാൻ ആ മാത്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ MBBS പോയി എന്ന് പറഞ്ഞപ്പോൾ മിസ്സിനൊരു സങ്കടം ഉണ്ടായിരുന്നു, ഇനി എൻ്റെ ലൈഫിലേക്ക് മുമ്പിലേക്ക് മാത്സ് ഇല്ലാന്ന്. അപ്പോൾ ഇന്ന് ഈ ടോക്കിൽ ഞാൻ ഐ വാണ്ട് ടു ടെൽ മൈ മാം, ടുഡേ I am successful because of my maths. എൻ്റെ ടൈം മാനേജ്മെൻറ്റ്, എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്തത് ഇസ് ത്രൂ മൈ. ഷിബി മാം കേട്ടോ, തനീസിന് പറയാനുള്ള കാര്യം അന്ന് പഠിപ്പിച്ച മാത്സ് ആണ്, അന്ന് പഠിപ്പിച്ച കാൽക്കുലേഷൻസ് ആണ് ഇന്ന് തനീസിന്റെ ലൈഫ് കാൽക്കുലേഷൻ ആയിട്ട്. ഇപ്പോൾ ജോബ് ചോദിച്ച പോലെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചത് മെയിൻ ഇസ് മൈ മാത്സ്. ആൻഡ് മോറോവർ എൻ്റെ പാരൻസ് ഇൻഡിപെൻഡൻ്റ് ആവുക, സെൽഫ് ലവ് ചെയ്യുക. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള മെയിൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്കും ട്രാവൽ ചെയ്യണം. പക്ഷെ ഇവിടെയൊക്കെ ഒരു ഹിൻഡ്രൻസ് വരുന്നത് എവ്രിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ സമ്മൺ എൽസ്. അപ്പോൾ അവരുടെ ടൈം വേണം, അവർ ഫിനാൻഷ്യലി ഓക്കെ ആവണം, അവർക്ക് മൈൻഡ് ഓക്കെ ആവണം. ഇതിനെല്ലാം വേണ്ടി നമ്മളും വെയിറ്റ് ചെയ്യാണ്. സോ ഹൗ ഐ മോൾഡഡ് മൈ സെൽഫ് ഇസ് ഐ ഡിസൈഡഡ് ടു ട്രാവൽ അലോൺ. ഐ എം എ സോളോ ട്രാവലർ. ഞാൻ എവിടെയോ പോയി, പല രാജ്യത്തും പോയി പല ആൾക്കാരെയും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വൺ ഗൈ ടോൾഡ് മീ, സോ യു ആർ നോട്ട് എ ടൂറിസ്റ്റ്, യു ആർ എ ട്രാവലർ. ഞാൻ എക്സ്പ്ലോർ ചെയ്യണേ അലോൺ. ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫീൽ കേട്ടോ. വെൻ ഐ കം ബാക്ക് ഐ ആം മോർ സ്ട്രോങ്. ഞാൻ ഓരോ ട്രാവലും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മോർ പവർഫുൾ ആണ്. അതെ, തനീസ് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ 2017 ആദ്യം ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്നത് അല്ലേ? മലേഷ്യയാണ് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ലാസ്റ്റ് 3 yearsലാണ് ഇത്രയും ഈ 2025 എൻ്റെ ഇത് ബൈ വാസ് ജസ്റ്റ് കൗണ്ടിങ്. 2025 ഐ ട്രാവൽഡ് 12 countries. എൻ്റെ 28 കൺട്രീസിൽ 12 കൺട്രീസ് ഞാൻ കവർ ചെയ്തത് ഈ 2025 സോ ഫോർ ദാറ്റ് ഞാൻ ഡോക്ടർ തജ്നീസ് മെഡി ഹെയർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഡിസിഷനോട് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഐ എം പ്രൗഡ് ദാറ്റ് ഐ ടുക്ക് that decision at that time. തൈനീസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദിസ് പ്ലാറ്റ്ഫോം. നമ്മുടെ ഈ ഷോയിൽ തൈനീസിൻ തന്ന ഈ ടോക്ക്, ഈ ഇൻഫർമേഷൻ ഒത്തിരി വിമൻ, ഞങ്ങളുടെ മിറക്കിൾ മൈൻഡ്സിൽ ലോഡ് ഓഫ് സിംഗിൾ മദേഴ്സ് ആർ കമ്മിങ് ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. അവർ പറയുന്ന ജീവിതം പോയെന്നാണ് പറയുന്നത്. തൈനീസ് ഒരിക്കലും സിംഗിൾ മദർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. You recommend? See, I am single mother, but I respect seeing you. ഒരു സിംഗിൾ ലൈഫിനേലും എപ്പോഴും നമുക്കൊരു ബ്യൂട്ടിഫുൾ ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ മോസ്റ്റ്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും സിംഗിൾ ആയി പോയാൽ തകർന്നു പോകല്. ഡെവലപ്പ് യുവർ സ്കിൽ, ഹാവ് ഫൈനാൻഷ്യൽ ഫ്രീഡം, മൂവ് ഓൺ പോകല്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് നമ്മളോട് സംസാരിച്ച തൈനീസ്. താങ്ക് യു. നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നതിലും താങ്ക് യു സോ മച്ച്. ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഒത്തിരി പേർക്ക് ഇത് പ്രയോജനമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു തൈനീസ് ഫോർ കമ്മിങ്. താങ്ക് യു.